എല്ലാവർക്കും വിനീതമായ നമസ്കാരം. ഏറ്റവും കൂടുതൽ ഒരെഴുത്തുകാരൻ വിഷമം അനുഭവിക്കുന്നത് അവനവനെക്കുറിച്ച് തന്നെ സംസാരിക്കേണ്ടി വരുന്ന വേദനകളിലാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മറ്റുള്ളവരെക്കുറിച്ച്, കഥകളെക്കുറിച്ചൊക്കെ നമുക്ക് എത്ര വേണമെങ്കിലും വാതോരാതെ സംസാരിക്കാൻ കഴിയുമെങ്കിലും അവനവൻ്റെ ഉള്ളിലേക്ക് നോക്കാൻ പറയുമ്പോഴാണ് വലിയ ഭീതി ഉണ്ടാവുന്നത്. ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഇന്നലെ വൈകിട്ട് വീട്ടിലിരുന്ന് ആലോചിക്കുമ്പോൾ ഒരു കുറിപ്പെന്തെങ്കിലും തയ്യാറാക്കിയാലോ എന്ന് ഞാൻ വിചാരിച്ചതാണ്. ഇതുവരെയുള്ള എഴുത്ത് രീതികൾ അല്ലെങ്കിൽ ആശയങ്ങൾ, വന്ന വഴികൾ ഒക്കെ. പിന്നെ വിചാരിച്ചു അങ്ങനെ ഒരു കുറിപ്പ് ആവശ്യമില്ല. ഇപ്പോൾ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ എന്താണോ മനസ്സിൽ ഒക്കെ ഉണ്ടായി വരുന്നത് അതിനെക്കുറിച്ച് ഒരല്പനേരം നിങ്ങളോട് സംസാരിക്കുകയും അതിനുശേഷം നിങ്ങളുടെ ചോദ്യങ്ങളിൽ നിന്ന് ഒരുപക്ഷെ കൂടുതൽ വാതിലുകൾ തുറന്ന് വരികയും ചെയ്യുന്നതാവും ഉത്തമം എന്നാണ് ഞാൻ വിചാരിച്ചത്. വളരെ യാദൃച്ഛികമായി ഈ പരിപാടി സംഘടിപ്പിക്കപ്പെട്ടത് ഇന്ന് ഒക്ടോബർ 24-ാം തീയതിയാണ്. 1999 ഒക്ടോബർ മാസം 20-ാം തീയതിയാണ് എൻ്റെ ആദ്യമായ ഒരു കഥ അച്ചടിച്ച് വരുന്നത്. അങ്ങനെയാണെങ്കിൽ എഴുത്തിൻ്റെ ലോകത്ത് 25 വർഷങ്ങൾ പൂർത്തിയാക്കിയ ദിവസം അല്ലെങ്കിൽ ആഴ്ചയാണ് ഇത് എന്ന് വേണമെങ്കിൽ പറയാം. 25 വർഷങ്ങൾ, 4 നൂറ്റാണ്ട് എന്ന് പറയുന്നത് ചെറിയ കാലയളവല്ല. ഇത്രയും കാലയളവിൽ ചെറിയ രീതിയിലെങ്കിലും എൻ്റെ ശബ്ദം കേൾപ്പിച്ചുകൊണ്ട് ഇവിടെയൊക്കെ നിൽക്കാൻ കഴിഞ്ഞു എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. എത്രയോ അധികം പുസ്തകങ്ങൾ പുറത്തിറങ്ങുന്ന, എത്രയോ അധികം സർഗധനരായ എഴുത്തുകാർ നിലനിൽക്കുന്ന ഒരു സാഹിത്യത്തിൽ, ഒരു ഭാഷയിൽ 25 വർഷം അവിടെ ചില ശബ്ദങ്ങൾ കേൾപ്പിച്ചുകൊണ്ട് നിൽക്കാൻ കഴിഞ്ഞത് നിങ്ങളുടെ ഓരോരുത്തരുടെയും സ്നേഹം കൊണ്ടും പിന്തുണ കൊണ്ടും വായന കൊണ്ടും വിമർശനങ്ങൾ കൊണ്ടും ഒക്കെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഞാൻ പലപ്പോഴും എഴുത്തിനെക്കുറിച്ച് ആലോചിച്ചപ്പോൾ, പ്രത്യേകിച്ച് ഇന്നലെ ആലോചിച്ചപ്പോൾ, 99 ഒക്ടോബർ 20-ന് മുമ്പുണ്ടായിരുന്ന എന്നെക്കുറിച്ചാണ് ആലോചിച്ചത്. അവിടെ വരെ എത്താനെടുത്ത വഴിയായിരിക്കും. പക്ഷേ പിന്നത്തെ 25 വർഷങ്ങൾ കൊണ്ട് ഏതാണ്ട് 30ഓളം പുസ്തകങ്ങൾ എഴുതാൻ കഴിഞ്ഞത് എന്ന് എനിക്ക് തോന്നുന്നു. പല എഴുത്തുകാരെയും പോലെ ജീവിതത്തിൻ്റെ തുടക്കത്തിൽ തന്നെ സാഹിത്യം പ്രിയപ്പെട്ടതാവുകയും ചെറുപ്പകാലം മുതൽ തന്നെ സാഹിത്യത്തോടൊപ്പം വിരമിക്കുകയും സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ കഥകൾ എഴുതുകയും കവിതകൾ എഴുതുകയും ഒക്കെ ചെയ്തു വളർന്ന ഒരു ശീലമേ ഇല്ലാത്ത ഒരാളാണ് ഞാൻ. ഇതൊക്കെ ഞാൻ പലയിടത്തും പലയിടങ്ങളിലും പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുള്ളതാണ്, പുതിയതല്ല. എങ്കിൽ പോലും ഈ ഒരു അവസരത്തിൽ വീണ്ടും ഒരിക്കൽ കൂടി പറയുന്നുവെന്ന് മാത്രം. പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് സത്യത്തിൽ ആദ്യമായി ഒരു ലൈബ്രറിയിലേക്ക് ചെന്ന് കയറുന്നത്. പത്തനംതിട്ട കാതോലിക്കറ്റ് കോളേജിലെ ലൈബ്രറിയിൽ നിന്ന് ചില പുസ്തകങ്ങൾ എടുത്തുകൊണ്ടാണ് വായന ആരംഭിക്കുന്നത്. അപ്പോൾ 16-17 വയസ്സിലാണ് വായനയുടെ ഒരു തുടക്കം എന്ന് പറയാം. അതുപോലും വളരെ വേഗം അവസാനിച്ചു. കാരണം അതിനുശേഷമുള്ള 3 വർഷക്കാലം ഞാൻ കോയമ്പത്തൂരിനടുത്ത തിരുപ്പൂർ എന്ന് പറയുന്ന നഗരത്തിലാണ് പോളിടെക്നിക്കിൽ നിന്ന് പഠിച്ചത്. അങ്ങനെ അവിടെ വെച്ച് വീണ്ടും വായന മുറിഞ്ഞ ഒരു കാലമുണ്ട്. എന്നാൽ അതിനുശേഷം 92 ഏപ്രിൽ മാസത്തിൽ ഗൾഫിലേക്ക് പോയി. അതിന് 92-നും 99-നും ഇടയിലുള്ള ഒരു കാലയളവാണ് യഥാർത്ഥത്തിൽ ബെന്യാമിൻ എന്ന് പറയുന്ന എഴുത്തുകാരനെ പരുവപ്പെടുത്തിയത് എന്ന് നിശ്ചയമായിട്ട് പറയാൻ കഴിയും. അന്നത്തെ ഇടവേളകൾ, ജോലിക്ക് ശേഷമുള്ള സമയങ്ങൾ വായനയ്ക്ക് വേണ്ടി വിനിയോഗിച്ച ഇടത്ത് നിന്ന് ആണ് യഥാർത്ഥത്തിൽ എൻ്റെ ഉള്ളിൽ ഒരു നല്ല വായനക്കാരനുണ്ട് എന്നോ അല്പമെങ്കിലും എഴുതാൻ കഴിയാവുന്ന ഒരാളുണ്ടെന്നോ ഭാഷയോട് ഇത്രയൊക്കെ സ്നേഹമുണ്ടെന്നോ ഒക്കെ തോന്നുന്ന തരത്തിലേക്കൊരു വളർച്ച ഉണ്ടാക്കിയത് 7 വർഷങ്ങളാണ് എന്ന് നിശ്ചയമായിട്ടും പറയാൻ കഴിയും. അന്ന് പുസ്തകങ്ങൾക്ക് വേണ്ടി അലഞ്ഞു നടന്നത്, ഓരോ പുസ്തകങ്ങളും വായിക്കുമ്പോൾ നമ്മൾ അനുഭവിച്ച ഒരു വലിയ ആത്മനിർവൃതി, പുതിയ പുതിയ പുസ്തകങ്ങൾ കണ്ടെത്തുമ്പോൾ ഒക്കെ ഉണ്ടായ ഒരു അനുഭൂതി അതെത്ര വലുതായിരുന്നു എന്ന് ഞാനിപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ മനസ്സിലാക്കുകയാണ്. ഗൾഫിൽ നിങ്ങൾക്കറിയാം, ഇപ്പോൾ ഇൻ്റർനെറ്റൊക്കെ ലഭ്യമായതോടുകൂടി അപ്പോൾ എല്ലാ കാര്യങ്ങളും ലഭ്യമാകുന്നുവെങ്കിൽ അന്ന് 3 ദിവസത്തിന് ശേഷമായിരുന്നു ഒരു പത്രം എത്തുന്നത്, 2 ആഴ്ചയ്ക്ക് ശേഷമായിരുന്നു ഒരു വീക്കിലി എത്തുന്നത്. അങ്ങനെ കുറച്ച് നാൾ പിന്നിലായിരുന്നു ഞങ്ങൾ ജീവിച്ചു കൊണ്ടിരുന്നത്. കത്തുകളായിരുന്നു ഞങ്ങളുടെ ആശയവിനിമയ ഉപാധി എന്ന് പറയുന്നത്. വീട്ടിൽ നടക്കുന്ന ഒരു കാര്യം അതൊക്കെ നടന്ന് അതിൻ്റെ എല്ലാ
സംഭവ വികാസങ്ങളും തീർന്നു കഴിഞ്ഞതിന് ശേഷമായിരിക്കും നമ്മളത് വായിക്കുന്നത്. അങ്ങനെ കുറച്ച് പിന്നിൽ നടന്ന ഒരാളെന്ന നിലയിലാണ് ഞാൻ കാണുന്നത്. പക്ഷേ ആ കത്തെഴുത്തിൻ്റെ ഒരു കാലം വലിയ സൗഭാഗ്യമുണ്ടാക്കി തന്നിട്ടുണ്ട്. അതാണ് യഥാർത്ഥത്തിൽ എന്നെ ഭാഷയിലേക്ക്, എഴുത്തിലേക്ക് പിച്ച വെക്കാൻ പഠിപ്പിച്ചത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അന്ന് കൂട്ടുകാർക്കൊക്കെ സുദീർഘമായ കത്തുകൾ, 1 മീറ്റർ നീളമുള്ള കത്തുകളൊക്കെ എഴുതിയത് ഞാൻ ഓർക്കുന്നുണ്ട്. അത് അങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിലുള്ള അനുഭവങ്ങളെ, നമ്മൾ കണ്ട സംഭവങ്ങളെ, നമ്മുടെ വ്യഥകളെ, നമ്മുടെ ആകുലതകളെയൊക്കെ അക്ഷരങ്ങളിലേക്ക് പതിയെ പതിയെ പകർത്തി വെക്കാനുള്ള ഒരു ശ്രമം ഉണ്ടാവുകയും അതിന് എന്നാൽ സാധ്യമാകുന്നുണ്ട് എന്നുള്ള ഒരു ബോധ്യം എന്നിൽ ജനിക്കുകയും ചെയ്യുന്നത്. ഇവിടെ ടീച്ചർ സൂചിപ്പിച്ചതുപോലെ എൻ്റെ കഥകളിൽ എന്തുകൊണ്ടാണ് നിലാവും പുഴയും അത്തരത്തിലുള്ള ബിംബങ്ങളും ഒന്നും കടന്നു വരാത്തത് എന്ന് ചോദിച്ചാൽ, അങ്ങനെ ഭാഷാ സ്നേഹത്താൽ അല്ലെങ്കിൽ ഭാഷയിൽ ആ രീതിയിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ്. അതിനപ്പുറത്തേക്ക് എന്തെങ്കിലുമൊക്കെ ചിലത് പറയണം, പറയാതിരുന്നാൽ വയ്യ എന്ന ഘട്ടത്തിൽ മാത്രം എഴുതിപ്പോയ ഒരാളാണ് ഞാൻ. അപ്പോൾ ബ്രിട്ടീഷ് എഴുത്തുകാരിയായ ബെർണാഡോ എവറിസ്റ്റോ പറയുന്നുണ്ട്, ഞാൻ എഴുത്തിലേക്ക് വന്നത് ഒഴിഞ്ഞ ചില ഇടങ്ങളെ പൂരിപ്പിക്കുന്നതിന് വേണ്ടിയാണ് എന്ന്. ഞാൻ കുറേ പുസ്തകങ്ങൾ വായിച്ചു, അവിടെ എന്നാൽ ചില ഒഴിഞ്ഞ ഇടങ്ങൾ കണ്ടു. അത് പൂരിപ്പിക്കാൻ മറ്റാരുമില്ല എന്ന് തോന്നിയത് കൊണ്ട് ഞാനത് പൂരിപ്പിച്ചു എന്നവർ പറയുന്നുണ്ട്. ഇതാണ് ഒരു പക്ഷേ എൻ്റെയും എഴുത്തിൻ്റെ ജീവിതത്തിലെ ഒരു വഴി എന്ന് ഞാൻ ഇപ്പോൾ തിരിച്ചറിയുകയാണ്. ഞാൻ ഗൾഫിലാണ് ജീവിച്ചത്, ബഹ്റിൻ എന്ന് പറയുന്ന രാജ്യത്താണ്. കഥയൊക്കെ എഴുതി തുടങ്ങുമ്പോഴേക്കും ഞാൻ പറഞ്ഞില്ലേ, ഒരു ഏകദേശം ആ ജീവിതം തന്നെ ഒരു 10 പതിറ്റാണ്ടോളം ആയി തുടങ്ങുന്നു. അവിടെ കണ്ട പലതരത്തിലുള്ള അനുഭവങ്ങൾ ഇതുവരെയും സാഹിത്യത്തിലേക്ക് അടയാളപ്പെടുത്തിയിട്ടില്ലല്ലോ എന്ന തോന്നലിൽ നിന്നാണ് യഥാർത്ഥത്തിൽ എൻ്റെ എഴുത്തുകൾ ആരംഭിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. തുടക്കകാലത്ത് സ്വാഭാവികമായിട്ടും ഗൾഫ് പശ്ചാത്തലത്തിലുള്ള കൃതികൾ വളരെ കുറവാണ് എന്ന് പറയാം. ആദ്യകാല കഥകൾ നോക്കിയാൽ അതൊക്കെ കേരളത്തിനെ നോക്കി എഴുതിയിട്ടുള്ള കഥകളാണ്. എന്നാൽ പിൽക്കാലത്ത് ഇതുപോലെ സാഹിത്യ സംവാദങ്ങൾക്ക് വേണ്ടി അവിടെ വന്നിട്ടുള്ള എഴുത്തുകാർ, പ്രത്യേകിച്ച് സച്ചിമാഷിനെ പോലെ, എം മുകുന്ദനെ പോലെ, MD പോലെയുള്ള എഴുത്തുകാർ, പത്മനാഭൻ പോലുള്ള എഴുത്തുകാർ, വലിയ എഴുത്തുകാരൊക്കെ വരുമ്പോൾ ഇത്തരം സംവാദങ്ങളിൽ ഞങ്ങളോട് ചോദിക്കാറുണ്ടായിരുന്നു, നിങ്ങൾ എന്തിനാണ് ഇവിടെ ഇരുന്നു കൊണ്ട് ഈ നാട്ടിലെ കഥകൾ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾക്ക് ഇവിടെയുള്ള കഥകൾ പറഞ്ഞുകൂടെ എന്നുള്ള ഒരു വലിയ ചോദ്യം. അവിടെ നിന്നാണ് ശരിക്കും സത്യത്തിൽ ഇവിടെയാണല്ലോ വലിയ കഥകൾ സംഭവിക്കുന്നത്, ഇവിടത്തെക്കുറിച്ച് എഴുതുക എന്ന് പറയുന്ന ഒരു ഉത്തരവാദിത്വം കൂടി നമുക്കുണ്ടല്ലോ എന്നുള്ള ഒരു ബോധ്യം നമ്മുടെ ഉള്ളിൽ നിറയുകയും അത്തരം കഥകൾക്ക് വേണ്ടിയുള്ള ഒരു അന്വേഷണം തുടർക്കാലത്ത് ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്നത്. ആ ഒരു ഘട്ടത്തിലാണ് അടുത്ത കഥകളായ ഇവിടെ സൂചിപ്പിച്ച ഇപ്പം EMS പെൺകുട്ടിയും, കുമാരി ദേവി, ജാവേദ് എന്ന മുജാഹിദ് തുടങ്ങിയ ധാരാളം കഥകൾ ഉണ്ടാവുന്നത്. അവിടെ വന്നിട്ടുള്ള പലതരം പ്രവാസി സമൂഹങ്ങൾ ളുടെ കഥകൾ, അത് ആഫ്രിക്കയിൽ നിന്ന് വന്നവരാവാം, നേപ്പാളിൽ നിന്ന് വന്നവരാവാം, കാശ്മീരിൽ നിന്ന് വന്നിട്ടുള്ളവരാവാം, പലതരത്തിൽ മലയാളികളുടെ അല്ലാതായ പല സമൂഹങ്ങളെ കണ്ടുമുട്ടാനും അവരെക്കുറിച്ചുള്ള കഥകൾ എഴുതാനുമുള്ള ഒരു പ്രേരണയായി തീരുന്നത്. അതിനൊക്കെ ഒടുവിലാണ് ഇവിടെ പലപ്പോഴും സൂചിപ്പിച്ചിട്ടുള്ള ആടുജീവിതത്തിലേക്ക് വന്നിട്ടുള്ളത്. ആടുജീവിതത്തിൻ്റെ കഥയും അതിൻ്റെ പിന്നാമ്പുറ ചരിത്രങ്ങളുമൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നത് കൊണ്ട് ഞാൻ അതിലേക്കൊന്നും അധികമായി പോകുന്നില്ല. പക്ഷേ ആടുജീവിതം പലപ്പോഴും നജീബിൻ്റെ ജീവിതത്തിൻ്റെ ഒരു നറേഷനാണ്, ഒരു കേട്ടെഴുത്താണ് എന്ന തരത്തിലുള്ള ധാരാളം വായനകൾ ഉണ്ടായിട്ടുണ്ട്, വിമർശനങ്ങളും ഉണ്ടായിട്ടുണ്ട്. സത്യത്തിൽ അങ്ങനെയല്ല. ഒരു എഴുത്തുകാരൻ എന്തിനാണ് ഒരു കഥ എഴുതുന്നത്, നോവൽ എഴുതുന്നത് എന്ന് ചോദിച്ചാൽ നിശ്ചയമായിട്ടും അയാൾക്ക് ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട് എന്നതുകൊണ്ട് തന്നെയാണ്. മറ്റൊരാളുടെ ജീവിതം പറയുക എന്നത് അയാളുടെ ലക്ഷ്യമേ അല്ല. അയാൾക്ക് പറയാനുള്ള ചില കാര്യങ്ങൾ പറയാനുള്ള ടൂളുകൾ എന്ന നിലയിലാണ് നമ്മൾ ഏതൊരു കഥാപാത്രത്തെയും ഉപയോഗിക്കുന്നത്. അത് നാട്ടിൽ നിന്ന് കണ്ടെത്തുന്ന ഒരു കഥാപാത്രമാവട്ടെ, ഗൾഫിൽ നിന്ന് കണ്ടെത്തുന്ന ഒരു കഥാപാത്രമാവട്ടെ, ഏത് ലോകത്തിൽ നിന്ന് കണ്ടെത്തുന്നതാകട്ടെ, അത് റിയൽ ആവട്ടെ, ഫിക്ഷൻ ആവട്ടെ, എന്തായാലും ആ കഥാപാത്രങ്ങളുടെ വായിലൂടെ, അവരുടെ സംഭാഷണങ്ങളിലൂടെ, അവരുടെ അനുഭവങ്ങളിലൂടെ അയാൾ പകർത്താൻ ശ്രമിക്കുന്നത് നിശ്ചയമായിട്ടും അയാൾക്ക് നിങ്ങളോട് പറയാനുള്ള, പങ്കുവെക്കാനുള്ള ചില ആധികളായിരിക്കാം, ചില സ്വപ്നങ്ങളായിരിക്കാം, അയാളുടെ ചില അനുഭവങ്ങളായിരിക്കാം. അങ്ങനെ ചിലതിനെ പകർത്തി വെക്കുക എന്നാണ് ഓരോ എഴുത്തുകാരനും യഥാർത്ഥത്തിൽ ശ്രമിക്കുന്നത്.
എഴുത്തിൻ്റെ ഫിക്ഷൻ്റെ യഥാർത്ഥ ലക്ഷ്യം എന്താണ് എന്ന ചോദ്യം പലതരം പുസ്തകങ്ങളിൽ ധാരാളമായി വ്യാഖ്യാനങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിലും നേരത്തെ വായിക്കുകയും എന്നാൽ അടുത്തിടെ വീണ്ടും റീഡിങ് നടത്തിയപ്പോൾ എനിക്ക് തെളിഞ്ഞു കിട്ടുകയും ചെയ്തിട്ടുള്ള ഒരു ഉത്തരം, ഈ ഇറാനിയൻ എഴുത്തുകാരിയായ അസർ നഫീസിയുടെ റീഡിംഗ് ലോലിത ഇൻ തെഹ്റാൻ എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ അവർ പറയുന്നത്, ഫിക്ഷനിൽ നമ്മൾ തേടുന്നത് യഥാർത്ഥത്തിൽ യാഥാർത്ഥ്യങ്ങളല്ല, അതിനുപരിയായി നമ്മൾ തേടുന്നത് ദൈവീകമായ വെളിപാടുകളാണ് എന്ന് പറയുന്നു. ആ വാക്ക് അവരുപയോഗിച്ചിരിക്കുന്ന വാക്ക് എപ്പിഫനി ഓഫ് ട്രൂത്ത് എന്ന് പറയുന്ന വളരെ മനോഹരമായ ഒരു വാക്കാണ്. എപ്പിഫനി ഓഫ് ട്രൂത്ത്. എപ്പിഫനി എന്ന വാക്ക് ക്രിസ്ത്യൻ തിയോളജിയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കാണ്. എപ്പിഫനി, തിയോഫനി, ക്രിസ്റ്റോഫനി എന്നിങ്ങനെ ക്രിസ്ത്യൻ തിയോളജിയിൽ 3 വാക്കുകളുണ്ട്. ക്രിസ്തുവിൻ്റെ അവതാരത്തെ സൂചിപ്പിക്കുന്ന 3 വാക്കുകളാണ് അത്. അതിൽ ഇപ്പോൾ ഉദാഹരണമായി പെട്ടെന്ന് പറഞ്ഞാൽ ക്രിസ്തു ജനിക്കാൻ പോകുന്നു എന്ന് ദൂതന്മാർ ആട്ടിടയന്മാരെ അറിയിക്കുന്ന വാചകം എപ്പിഫനിയാണ്. എന്നാൽ ക്രിസ്തു അപ്പം 5 അപ്പത്തെ 5000 ആക്കി പരിപോഷിപ്പിക്കുന്നത് അല്ലെങ്കിൽ വെള്ളത്തെ വീഞ്ഞാക്കിയത് ക്രിസ്റ്റോഫനിയാണ്. എന്നാൽ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു തൻ്റെ ശിഷ്യന്മാർക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത് ക്രിസ്റ്റോഫനിയാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ തിയോഫനി, ക്രിസ്റ്റോഫനി എന്ന് പറയുന്ന ഇതിൽ എപ്പിഫനി എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാക്ക് അവരവിടെ ഉപയോഗിക്കുകയാണ്. എനിക്ക് വളരെ അത്ഭുതകരമായി തോന്നി. നമ്മൾ സാഹിത്യത്തിലൂടെ മുന്നോട്ട് വെക്കുന്നത് വെറുതെ ചില യാഥാർത്ഥ്യങ്ങൾ പറയുന്നതിൻ്റെ അപ്പുറത്തേക്ക് ചില സത്യങ്ങൾ നമുക്ക് ലോകത്തിന് മുമ്പിൽ, വായനക്കാരുടെ മുമ്പിൽ വെളിപ്പെടുത്താൻ വേണ്ടിയുള്ള നമ്മുടെ ത്വരയിൽ നിന്നാണ് അതുണ്ടാവുന്നത് എന്നാണ്. അതെനിക്ക് കൂടുതൽ എൻ്റെ എഴുത്തിൽ എനിക്ക് പിന്നെ വായിക്കുമ്പോൾ തോന്നിയിട്ടുള്ളത് അൽ-അറേബ്യൻ നോവൽ ഫാക്ടറിയും മുല്ലപ്പൂ നിറമുള്ള പകലുകൾ എന്ന് പറയുന്ന 2 നോവലുകൾ എഴുതുമ്പോഴോ അല്ലെങ്കിൽ അത് പിന്നീട് ഞാൻ തന്നെ വായിക്കുമ്പോഴോ ആണ്. യഥാർത്ഥത്തിൽ ആ 2 നോവലുകളും നിങ്ങൾക്ക് പലർക്കും അറിയാവുന്നതുപോലെ അറബ് ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെക്കുറിച്ച് മുന്നോട്ട് വെക്കുന്ന നോവലുകളാണ്. അവിടെ അരങ്ങേറിയിട്ടുള്ള മുല്ലപ്പൂ വിപ്ലവം എന്ന് പറയുന്ന ജാസ്മിൻ റവല്യൂഷൻ എന്ന് പിൻകാലത്ത് വിളിക്കപ്പെട്ട അറബ് വസന്തത്തെ അടിസ്ഥാനമാക്കി എഴുതിയിട്ടുള്ള നോവലുകളാണ്. ഏതാണ്ട് 22ഓളം രാജ്യങ്ങളിൽ വീശിയടിച്ച് 3-4 ഭരണാധികാരികളെ അധികാരഭ്രഷ്ടരാക്കുകയും കൊല്ലപ്പെടുകയും അനേകം രാജ്യങ്ങളിൽ അധികാര സ്ഥാനങ്ങൾ മാറുകയും ഒക്കെ ചെയ്ത് അനേകം ജനങ്ങൾ കൊല്ലപ്പെടുകയും ജയിലിലാക്കപ്പെടുകയും ചെയ്തിട്ടുള്ള ഒരു വലിയ വിപ്ലവത്തെ അടിസ്ഥാനമാക്കി അങ്ങനെ ഒരു നോവൽ എഴുതുമ്പോൾ ഞാൻ യഥാർത്ഥത്തിൽ ലക്ഷ്യം വഹിച്ചത് അറബ് ലോകത്തിൻ്റെ രാഷ്ട്രീയവും ജനാധിപത്യബോധവും ഒക്കെ പറയുന്നതിൻ്റെ അപ്പുറത്തേത് നമ്മുടെ രാജ്യത്തും ഇത്തരം ചില സാധ്യതകൾ ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്, ഭീതികൾ നമുക്കുണ്ട് എന്ന് പറയുന്നതിന് വേണ്ടി കൂടിയാണ്. അപ്പോൾ നമ്മളൊരു നോവൽ പറയുന്നത് മറ്റൊരു സമൂഹത്തെ കാണിക്കുന്നതിന് വേണ്ടി മാത്രമല്ല, ചരിത്രത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ഭാവിയെ കാണുന്നത് കൂടിയാണ്. ഒരു രാജ്യത്ത് 2ാം തരം പൗരന്മാരായി ജീവിക്കേണ്ടി വരുന്ന ഒരു കൂട്ടം മനുഷ്യരെക്കുറിച്ചാണ് അതിൽ പ്രധാനമായും പറയുന്നത്. പ്രത്യേകിച്ച് സുന്നി ഭൂരിപക്ഷമായ രാജ്യങ്ങളിൽ ജീവിക്കേണ്ടി വരുന്ന ആ കഥകളി, സുന്നി ഭൂരിപക്ഷമായ രാജ്യങ്ങളിൽ ജീവിക്കേണ്ടി വരുന്ന ഷിയ വംശജരെക്കുറിച്ചുള്ള ഒരു ആഖ്യാനം അതിനകത്തുണ്ട്. സ്വന്തം മതത്തിനുള്ളിലെ തന്നെ 2ാം തരം പൗരന്മാരായി ജീവിക്കേണ്ടി വരുന്ന മനുഷ്യർ അനുഭവിക്കുന്ന സംഘർഷങ്ങൾ എത്രയാണ് എന്ന് വരികയിൽ നമ്മൾ മറ്റൊരു മതം 2ാം തരം പൗരന്മാരാവുന്ന ഒരു ഭാവി എത്രമാത്രം ഭീകരമായിരിക്കും എന്ന ഒരു ആലോചന ആ നോവൽ മുന്നോട്ട് വെക്കുന്നുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. അത്തരം ചില സത്യങ്ങൾ, അത്തരം ചില എപ്പിഫനികൾ നമുക്ക് പകർന്നു വെക്കുന്നതിന് വേണ്ടിയാണ് യഥാർത്ഥത്തിൽ നോവൽ ഉണ്ടാക്കുന്നത്. ആടുജീവിതം എന്ന് പറയുന്ന നോവലും സത്യത്തിൽ അങ്ങനെ എഴുതപ്പെട്ടതാണ്. നജീബിൻ്റെ ജീവിതം പറയുന്നതിന് വേണ്ടിയല്ല. അതിനപ്പുറത്തേക്ക് പ്രത്യാശ നശിച്ച മനുഷ്യരുടെ മുമ്പിലേക്ക് പ്രത്യാശയുടെ ഒരു ആശയം മുന്നോട്ട് വെക്കുക എന്നതാണ് ആ നോവലിലൂടെ ഞാൻ ശ്രമിച്ചിട്ടുള്ള ഒരു കാര്യം. ജീവിതത്തിൽ ഏതുതരം പ്രതിസന്ധികളിലൂടെ കടന്നു പോയാലും അതിനപ്പുറത്ത് ശുഭത്തിൻ്റേതായ പ്രത്യാശയുടേതായ ഒരു ദിവസം നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. ജീവിതത്തെ അങ്ങനെ വിട്ടുകൊടുക്കാനുള്ളതല്ല.
നിശ്ചയമായിട്ടും കഠിനമായി യത്നിച്ച് നമ്മൾ നമ്മുടെ ജീവിതത്തെ ചേർത്ത് പിടിക്കേണ്ടതുണ്ട് എന്ന ഒരാശയമാണ് യഥാർത്ഥത്തിൽ പറയാൻ ഞാൻ ശ്രമിച്ചത്. നിത്യജീവിതത്തിലെ സാധാരണക്കാരനായ നജീബ് പലവട്ടം ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിട്ടുള്ള ആളാണെന്ന് അദ്ദേഹം എന്നോട് പറയുക തന്നെ നോവലിൽ ഒരിക്കലും അത് സംഭവിക്കാതിരിക്കുന്നത് ഇത്തരം ആശയങ്ങളെ മുന്നോട്ട് പിടിക്കുന്നതിനാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ഒരാശയം പറയുന്നതിന് വേണ്ടി, നമ്മുടെ ഉള്ളിലുള്ള ചില കാര്യങ്ങൾ പറയുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ടൂളുകളാണ് യഥാർത്ഥത്തിൽ ഓരോ കഥാപാത്രങ്ങളും എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നജീബിനോട് ഒരു കുഞ്ഞിച്ചെടി വന്നിട്ട് പറയുന്നത്, നജീബെ, മരുഭൂമിയുടെ ദത്തുപുത്ര, ഈ തീക്കാറ്റും വെയിൽ നാളവും നിന്നെ കടന്നു പോകും, അതിൻ്റെ മുമ്പിൽ കീഴടങ്ങരുത്, നിൻ്റെ പ്രത്യാശയിലേക്ക് കുതിക്കുക എന്ന്. നിങ്ങൾക്ക് വായിക്കുന്ന ഓരോരുത്തർക്കും മനസ്സിലാവും അങ്ങനെ ഒരു ചെടിയും ഒരിക്കലും നജീബിനോട് സംസാരിച്ചിട്ടുണ്ടാവില്ല എന്ന്. പക്ഷേ അങ്ങനെ ചില ആശയങ്ങൾ നോവലിലൂടെ പറയാം. ഇബ്രാഹിം ഖാദരി എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെ മുന്നോട്ട് വെക്കുന്നതിലൂടെ തൻ്റെ കൂടെ ഓടി വരുന്നവനെ കൂടി കരുതുക എന്ന് പറയുന്ന വലിയൊരു ആശയം പറയാൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാം, നോവലും സിനിമയും വായിച്ചവർക്കും കണ്ടവർക്കും ഇവർ രണ്ടുപേരും കൂടി മരുഭൂമിയിലൂടെ ഓടി, ഹക്കീം എന്ന് പറയുന്ന ആൾ മരിച്ചു കഴിഞ്ഞതിന് ശേഷം ഇവർ മരിപ്പച്ച കാണുന്ന ഒരു അവസരത്തിൽ ഇബ്രാഹിം ഖാദരി എന്ന് പറയുന്ന വളരെ സംസ്കാരചിത്തനല്ല എന്ന് നമ്മൾ വിചാരിക്കുന്ന, വിദ്യാഭ്യാസമില്ലാത്ത മുഷിഞ്ഞ വേഷധാരിയായ ആ കഥാപാത്രം ചെയ്യുന്നത്, അയാൾ ഓടിപ്പോയി സ്വയം വെള്ളം കുടിച്ച് സ്വന്തം ദാഹം തീർത്ത് സ്വന്തം ജീവൻ നിലനിർത്തുന്നതിനേക്കാൾ ഉപരിയായി അയാൾ ചെയ്യുന്നത് തൻ്റെ കൂടെ ഓടി വരുന്ന നജീബിൻ്റെ നാവിലേക്ക് വെള്ളം ഇട്ടുകൊടുത്ത് അയാൾക്ക് ജീവനുണ്ട് എന്ന് ഉറപ്പിക്കലാണ്. ഇത്തരം ചില ആശയങ്ങൾ, ചില സങ്കല്പങ്ങൾ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ പ്രത്യക്ഷത്തിലല്ലാതെ പരോക്ഷമായി പറഞ്ഞു പോവുകയാണ്. ഇപ്പോൾ അതിനകത്ത് തന്നെ ഞാൻ പല ഇൻ്റർവ്യൂവിലും ഒക്കെ പറഞ്ഞിട്ടുള്ളതുപോലെ ഏറ്റവും അധികം വിമർശനം കേട്ടിട്ടുള്ള വാക്ക് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വാചകമെന്ന് പറയുന്നത്, എൻ്റെ ഉപ്പ ചത്തുപോയി എന്ന് പറയുന്ന ഒരു വാചകമാണ്. സാധാരണ ഒരാൾ അങ്ങനെ ഉപ്പ ചത്തുപോയി എന്ന് പറയാൻ പാടില്ല എന്ന് പറയാറുണ്ട്. മരിച്ചു എന്ന് പറയുന്ന വാക്കാണ് ഞാൻ പറയാറുണ്ട്. അത് കാലം ചെയ്യാനും അന്തരിക്കാനും ചരമം പ്രാപിക്കാനും ദിവംഗതനാവാനും ഒക്കെ വിധിക്കപ്പെട്ട മനുഷ്യരുടെ ഇടയിൽ വെറുതെ ചത്തുപോകുന്ന മനുഷ്യരുമുണ്ട് എന്ന ഒരു രാഷ്ട്രീയ സൂചന നമ്മൾ അതിലേക്ക് വെക്കുകയാണ്. നിശബ്ദ സഞ്ചാരങ്ങൾ എന്ന് പറയുന്ന എൻ്റെ ഒരു നോവലുണ്ട്. അതിനകത്ത് ഏറ്റവും വലിയ വിമർശനമുണ്ടായത് നിശബ്ദ എന്ന് പറയുന്ന വാക്കിന് 2 ഷ വേണം എന്നുള്ളതാണ്. എനിക്ക് മലയാളത്തിൽ അത്യാവശ്യമൊക്കെ ഡിക്ഷണറി നോക്കിയാൽ മനസ്സിലാവും, 2 ഷ ഉണ്ടെങ്കിലേ നിശബ്ദയ്ക്ക് അർത്ഥപൂർണിമ ഉണ്ടാവുമല്ലേ യഥാർത്ഥ മലയാളം. പക്ഷേ അത്രമേൽ നിശബ്ദമായ ഒരു ഷാ കൊണ്ട് മാത്രം സഞ്ചരിക്കുന്ന സ്ത്രീകളുടെ കഥകൾ പറയാൻ വേണ്ടിയാണ് നിശബ്ദ സഞ്ചാരങ്ങൾ വെറും നിശബ്ദമായി പോയത് എന്ന്. കാരണം ലോകത്തെമ്പാടും സഞ്ചരിച്ച സ്ത്രീകളുടെ, നേഴ്സുമാരുടെ കഥയാണ് അത് പറയാൻ ശ്രമിക്കുന്നത്. ഒരു 4 തലമുറ സ്ത്രീകളുടെ കഥകൾ. 2ാം ലോക മഹായുദ്ധകാലത്ത്, ഇപ്പം ഒരാഴ്ച മുമ്പ് ഞാൻ സിംഗപ്പൂരിൽ പോയിട്ട് ഈ നോവലിൽ പറയുന്ന അലക്സാന്ദ്രിയ ബാരക് ഹോസ്പിറ്റലിൻ്റെ മുമ്പിൽ നിന്ന് ഒരു ഫോട്ടോ എടുത്തു. അലക്സാന്ദ്രിയ ബാരക് ഹോസ്പിറ്റൽ സിംഗപ്പൂരിലെ അന്നത്തെ കാലത്തെ ബ്രിട്ടീഷ് പട്ടാളത്തിൻ്റെ ഹോസ്പിറ്റലായിരുന്നു, മിലിറ്ററി ഹോസ്പിറ്റലായിരുന്നു. ലോകത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു ഹോസ്പിറ്റൽ ആക്രമിക്കപ്പെടുന്നത് ഒരു പക്ഷേ 2ാം ലോക മഹായുദ്ധകാലത്ത് ആ ഹോസ്പിറ്റലാണ്. ജപ്പാൻ പട്ടാളം അത് ആക്രമിച്ചതാണ്ട് 200ഓളം ആൾക്കാരെ കൊല്ലപ്പെട്ട ഒരു ചരിത്രം ആ ഹോസ്പിറ്റലിനുണ്ട്. അപ്പോൾ അന്ന് മലയാളികളായ നേഴ്സുമാർ കേരളത്തിൽ നിന്ന് പോയി അവിടെ ജോലി ചെയ്തിരുന്നു. അതിനേക്കാൾ ഉള്ളിൽ ഇന്ന് ബ്രൂണോയൊക്കെ നിലനിൽക്കുന്ന ബോർണിയ എന്ന് പറയുന്ന ദ്വീപിൽ പോയി അന്നത്തെ മലയാളി സ്ത്രീകൾ ജോലി ചെയ്തിരുന്നു ബ്രിട്ടീഷ് പട്ടാളത്തോടൊപ്പം എന്ന അറിവ് നമ്മളെ യഥാർത്ഥത്തിൽ ഞെട്ടിപ്പിക്കുന്നതാണ്. പുരുഷൻ്റെ പ്രവാസത്തെക്കുറിച്ച് നമ്മൾ നിരന്തരം വിലപിക്കുമ്പോൾ, പറയുമ്പോൾ, അതിനെക്കുറിച്ച് ആഖ്യാനങ്ങൾ ഉണ്ടാക്കുമ്പോൾ സ്ത്രീകൾക്ക് സമാന്തരമായ ഒരു യാത്രയുണ്ടായിരുന്നു എന്ന്. അമേരിക്കയിലേക്ക് പോയിട്ടുള്ള, കുടിയേറിയിട്ടുള്ള കുടുംബങ്ങളിൽ ബഹുഭൂരിപക്ഷവും പോയിട്ടുള്ളത് സ്ത്രീകളുടെ സാരിത്തുമ്പിൽ തങ്ങിയാണ് എന്നുള്ള ഒരു യാഥാർത്ഥ്യമുണ്ട്. അതിന് സാരിത്തുമ്പ് വിസ എന്ന് തന്നെയാണ് അതിനെ കളിയാക്കി വിളിക്കുന്നത്. അത്തരത്തിൽ പോയിട്ടുള്ള, ഇപ്പം അറബ് ദേശത്തേക്ക് പോയിട്ടുള്ള പുരുഷന്മാരെക്കാൾ മുമ്പേ പോയത് സ്ത്രീകളാണ്. 1932 മുതൽ ബഹറിൽ സ്ത്രീകൾ നേഴ്സുമാരായി ജോലി ചെയ്തതിൻ്റെ രേഖകളുണ്ട്. അന്ന് അവിടുത്തെ ബന്ധുക്കളുടെ ഗ്രാമങ്ങളിൽ പോയി, ഏറ്റവും അധികം ഉൾഗ്രാമങ്ങളിൽ പോയി ജോലി ചെയ്തത് സ്ത്രീകളാണ്. കാനഡയിലെ ഏറ്റവും ആർട്ടിക് പ്രദേശങ്ങളിൽ പോയി ആദ്യം ജോലി ചെയ്തത് സ്ത്രീകളാണ്. യൂറോപ്യനിൽ പോയിട്ടുള്ള
ആദ്യകാല കുടിയേറ്റങ്ങളുടെ തുടക്കം സ്ത്രീകളിൽ നിന്നാണ്. പക്ഷേ അതൊന്നും നമ്മൾ വേണ്ട വിധം ആവിഷ്കരിച്ചിട്ടില്ല എന്ന തോന്നലിൽ നിന്ന് അത്തരം ചില ശൂന്യമായ ഇടങ്ങൾ മലയാള സാഹിത്യത്തിൽ വീണ് കിടക്കുന്നുണ്ടല്ലോ. ഇത്രയധികം സ്ത്രീ എഴുത്തുകാരിവിടെ ഉണ്ടായിട്ട്, ഇത്രയധികം സ്ത്രീ വിമോചന പ്രവർത്തകരിവിടെ ഉണ്ടായിട്ട് അവരുടെ ജീവിതത്തെക്കുറിച്ച് ഒട്ടുമേ അടയാളപ്പെടുത്തിയിട്ടില്ലല്ലോ എന്ന ഒരു തോന്നലിൽ നിന്നാണ് നമ്മൾ അത്തരത്തിലുള്ള ഒരു നോവലിലേക്ക് പോകുന്നത്. മഞ്ഞവെയിൽ മരണങ്ങളുടെ ആശയം ഈ പറഞ്ഞതുപോലെ ത്രില്ലർ സ്വഭാവമൊക്കെ ഉണ്ട് എങ്കിൽ പോലും നമ്മൾ ബേസിക്കലി വെച്ചു പുലർത്തുന്ന ഒരു ആശയത്തിനെതിരെയുള്ള ഒരു നോവലാണത്. നമ്മളൊക്കെ വിചാരിക്കുന്നത് മനുഷ്യൻ്റെ ജീവിതം ഒരു സ്ഥലത്ത് കെട്ടപ്പെട്ടതാണ് എന്ന്. ഞാൻ എൻ്റെ ഭൂമി, എൻ്റെ ദേശം, എൻ്റെ മാതൃഭൂമി, ഞാൻ ഈ മണ്ണ്, ഇതിനെ ഞാൻ ഒരിക്കലും വിട്ടുകൊടുക്കില്ല എന്ന ഒരു വലിയ ആശയം നമ്മളൊക്കെ വെച്ചു പുലർത്തുന്നുണ്ട്. സത്യത്തിൽ മനുഷ്യൻ്റെ സഞ്ചാരങ്ങൾ പരിശോധിച്ചാൽ, മനുഷ്യൻ്റെ സംസ്കാരങ്ങളുടെ വളർച്ച പരിശോധിച്ചാൽ നമ്മൾ നിരന്തരം യാത്രയിലായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. ഈ യാത്രയില്ലായിരുന്നുവെങ്കിൽ, ഇങ്ങനെ ചേക്കാറാറുള്ള നമുക്കിടെ മനസ്സില്ലായിരുന്നുവെങ്കിൽ നമ്മളിപ്പോഴും ആഫ്രിക്കയിലെ വളരെ ഗോത്രപരമായ ജീവികളായി അവസാനിക്കുമായിരുന്നു. നിരന്തരം യാത്ര ചെയ്യാൻ, പുതിയ ഭൂഖണ്ഡങ്ങൾ കീഴടക്കാനുള്ള മനുഷ്യൻ്റെ ത്വരയിൽ നിന്നാണ് പുതിയ സംസ്കാരങ്ങൾ ഉയർത്തെഴുന്നേറ്റത്. ഈ ഒരു ആശയമാണ് യഥാർത്ഥത്തിൽ ആ നോവൽ മുന്നോട്ട് വെക്കുന്നത്. അതിലെ പ്രധാനപ്പെട്ട കുടുംബം, ക്രിസ്റ്റി അന്ത്രപ്പേർ എന്ന് പറയുന്ന ആ പ്രധാന കഥാപാത്രത്തിൻ്റെ കുടുംബം യഥാർത്ഥത്തിൽ ചരിത്രത്തിലുള്ളതാണ്. അവർ പോർച്ചുഗീസിലെ ലിസ്ബണിൽ നിന്ന് വന്ന് കൊച്ചിയിൽ വരികയും കൊച്ചി രാജാക്കന്മാരുടെ സാമന്തന്മാരാവുകയും അവിടെ നിന്ന് അവർ ശക്തരാകുമ്പോൾ കരപ്പുറം മാടമ്പിമാരായി മാറുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോഴും അവർ ഒരു തലമുറ ഇപ്പോഴും അവിടെ ചേർത്തലയിൽ വളരെ ശക്തരായി ഈ അന്ത്രപ്പേർ കുടുംബമുണ്ട്. ഈ അടുത്തിടയ്ക്ക് അന്ത്രപ്പേർ കുടുംബത്തിൻ്റെ കുടുംബചരിത്രത്തിൻ്റെ അവതാരിക എഴുതാനുള്ള ഒരവസരം പോലും എനിക്ക് ലഭിച്ചു. ഞാൻ അങ്ങനെ ഒരു നോവൽ എഴുതിയതുകൊണ്ട് അവരെന്നെ വിളിച്ച് അതിൻ്റെ അവതാരിക എഴുതി. യഥാർത്ഥത്തിൽ അതിന് ശേഷമുള്ള കുറേ ഭാഗങ്ങൾ ഫിക്ഷനാണെങ്കിൽ പോലും അവിടെ നിന്ന് അവർ യാത്ര ചെയ്ത് പോണ്ടിച്ചേരിയിലെത്തുന്നു. പോണ്ടിച്ചേരിയിൽ ഫ്രഞ്ച് പട്ടാളം എത്തുമ്പോൾ അവർ ഡീഗോ ഗാർഷ്യയിൽ എത്തുന്നു. ഡീഗോ ഗാർഷ്യയിൽ ജനാധിപത്യവും എത്തുമ്പോൾ അവർ തിരിച്ച് ആഫ്രിക്കയിലേക്ക് യാത്ര ചെയ്യുന്നു. അങ്ങനെ മനുഷ്യൻ്റെ സഞ്ചാരം അടയാളപ്പെടുത്തുക എന്ന് പറയുന്ന ഒരു ലക്ഷ്യത്തോടു കൂടി രചിച്ചിട്ടുള്ള ഒരു നോവലാണ് മഞ്ഞവെയിൽ മരണങ്ങൾ എന്ന് പറയുന്നത്. അതിനകത്ത് മറ്റൊരു വഴിയുള്ളത് ഇന്ത്യൻ ചരിത്രത്തിലെ തന്നെ ഏക ക്രിസ്ത്യൻ രാജവംശമായ വില്ലാർവട്ടം തോമാരാജാക്കന്മാരുടെ ചരിത്രമാണ്. ഇപ്പോഴും നിങ്ങൾക്ക് ഉദയൻപേരൂർ പള്ളിയിൽ പോയാൽ വില്ലാർവട്ടം തോമാരാജാക്കന്മാരുടെ ശവകുടീരങ്ങൾ കാണാൻ കഴിയും. അപ്പോൾ അത്തരത്തിൽ ചരിത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ചില കൗതുകങ്ങളെ കൂടി അതിനോട് ചേർത്ത് വെക്കുക എന്ന് പറയുന്ന ഒരാശയത്തിൽ നിന്നുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ പ്രത്യക്ഷത്തിൽ നമ്മൾ കാണുന്ന, വായിക്കുന്ന ക്രിസ്റ്റിയുടെ അല്ലെങ്കിൽ തിരോധാനം, സെന്തിലിൻ്റെ മരണം, മെൽവിൻ്റെ മരണം എന്നൊക്കെ പറയുന്ന ചില തിരോധാനങ്ങളുടെ പിന്നാലെ പോകുന്നതിനപ്പുറത്തേക്ക് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ അതിൻ്റെ അടിത്തട്ടിൽ കിടക്കുന്ന ചില സത്യങ്ങളുണ്ട്. അതിനെ വെളിപ്പെടുത്തുന്നതിന് വേണ്ടി കൂടിയാണ് ഒരാൾ എഴുതിക്കൊണ്ടേയിരിക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ എഴുത്ത് ജീവിതത്തിൽ എന്നോട് കൂടുതൽ ചേർന്ന് നിൽക്കുന്ന കൃതികൾ ഒരുപക്ഷെ മാന്തളിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങളും അക്കപ്പോറിൻ്റെ 20 നസ്രാണി വർഷങ്ങളുമായിരിക്കും. അതിന് കാരണം അത് എൻ്റെ വീടിൻ്റെ കഥയാണ്, എൻ്റെ ഗ്രാമത്തിൻ്റെ കഥയാണ്, എൻ്റെ കുടുംബത്തിൻ്റെ കഥയാണ്. എൻ്റെ തന്നെ ബാല്യത്തിൻ്റെയും കൗമാരത്തിൻ്റെയും ചില ഏറെ ഏടുകൾ അതിനകത്ത് വീണ് കിടക്കുന്നുണ്ട് എന്ന്. അപ്പോൾ പലപ്പോഴും പലരും എന്നോട് ചോദിക്കാനുണ്ട്, എഴുതിയ കൃതികളിലെ ഏറ്റവും പ്രിയപ്പെട്ട കഥാപാത്രം ആരാണ് എന്ന് ചോദിച്ചാൽ ഞാൻ എപ്പോഴും പറയാറുള്ളത് മാന്തളിലെ മോഹൻ എന്ന് പറയുന്ന ചെറിയ കഥാപാത്രമാണ് എന്ന് പറയും. 5-ാം വയസ്സിൽ മരിച്ച് പോയ ഒരു കുഞ്ഞു കഥാപാത്രം. പക്ഷേ 5-ാം വയസ്സിൽ മരിക്കുന്നുവെങ്കിൽ പോലും ആ കഥാപാത്രത്തിനോട് വല്ലാത്ത ഒരു അഭിനിവേശം, അതിലൂടെ പറയുന്ന കഥകൾ. ഇന്ന് യാദൃച്ഛികമായി ഒരു വാർത്ത വായിച്ചത്, ഈ വിമോചന ദൈവശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഗുട്ടേറിയസ് പിതാവ് ഇന്ന് മരണപ്പെട്ടു എന്ന്, 96-ാമത്തെ വയസ്സിലോ മറ്റോ മരണപ്പെട്ടു എന്ന് പറയുന്ന ഒരു വാർത്ത ഇന്ന് വായിച്ചു. ഈ മാന്തളിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങളിലെ പ്രധാനപ്പെട്ട ആശയങ്ങളിലൊന്ന് വിമോചന ദൈവശാസ്ത്രം എങ്ങനെയാണ് മധ്യതിരുവിതാംകൂറിൽ വീശിയടിച്ചത് എന്നുള്ളതാണ്. അത് സഭയും പാർട്ടിയും തമ്മിലുള്ള, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും തമ്മിലുള്ള ഒരു വലിയ സംഘർഷത്തിലോ ഒരു ഘട്ടത്തിൽ ഒരു പാരസ്പര്യത്തിന് മുതിരുകയും പിന്നീട് പെട്ടെന്ന് വികർഷിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു സംഭവ വികാസമാണ് എന്ന് പറയാം. ഒരേ സമയം തന്നെ സഭയും പാർട്ടിയും ഒരുപോലെ പേടിച്ച ഒരു മുന്നേറ്റമായിരുന്നു വിമോചന ദൈവശാസ്ത്രം എന്ന് പറയുന്നത്. ഏറ്റവും കുറഞ്ഞത് കേരളത്തിലെങ്കിലും അത് വല്ലാത്ത, എന്നാൽ ലാറ്റിൻ അമേരിക്കയിലൊക്കെ അത് വളരെ ശക്തമായി മുന്നോട്ട് പോവുകയും ഇത്തരത്തിലുള്ളൊരു പാരസ്പര്യം ക്രിസ്തുവിനും മാർക്സിനും ഇടയിലുണ്ട് എന്നും രണ്ടിൻ്റെയും ലക്ഷ്യം പാവങ്ങളെ
സംരക്ഷിക്കുക അതാണ് എന്ന ഒരു ബോധ്യത്തോടു കൂടി ചേർന്ന് പോവുകയും ചെയ്ത ഒരു ചരിത്രമുണ്ട്. അതിൻ്റെ ഒരു വലിയ പ്രവാചകനാണ് ഇന്ന് അന്തരിച്ചത്. യാദൃച്ഛവശാൽ ഈ ചർച്ചയുടെ ഇടയിലേക്ക് അതുകൂടി കടന്നു വരികയാണ്. ആ സംഭവ വികാസങ്ങളൊക്കെ കൂടുതൽ അതിനകത്ത് പറയുന്ന കഥാപാത്രങ്ങൾ മാന്തളൂർ കുഞ്ഞുഞ്ഞായാലും മാന്തളൂർ മത്തായിയും ഒക്കെ ആണെങ്കിലും എൻ്റെ വല്യപ്പനും എൻ്റെ ഫാദറിൻ്റെ ജ്യേഷ്ഠനും മാന്തളൂർ ദാനി എൻ്റെ ഫാദറുമൊക്കെയാണ്. അപ്പോൾ ആ കഥാപാത്രങ്ങളോട് എന്നെ തന്നെ ഓർത്തെടുക്കുന്ന ഒന്ന്, നാം തന്നെ നമ്മുടെ ബാല്യത്തിലേക്ക് പോയി ചിലതിനെ കുഴിച്ചെടുത്ത് തിരിച്ചു കൊണ്ടുവന്ന് പുതിയ രൂപത്തിൽ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്ന ഒന്നായി അത് മാറുന്നുണ്ട് എന്നുള്ളതാണ്. പ്രത്യക്ഷത്തിൽ അത് എൻ്റെ ജീവിതമല്ല, പക്ഷേ അങ്ങനെ ചില സംഭവങ്ങൾ കൂടി നമ്മുടെ ഇടയിൽ ഉണ്ടായിരുന്നു എന്ന് മറവിക്ക് വിട്ടുകൊടുക്കാതെ അങ്ങനെ ചില എന്താണ് പരീക്ഷണങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നടന്നിട്ടുണ്ട് എന്ന് പറയാനുള്ള ഒരു ശ്രമം കൂടി. അപ്പം എന്താണ്, മറവിക്കെതിരെ ഓർമ്മയുടെ സമരമാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത് പോലെ തന്നെ മറവിക്കെതിരെ ഓർമ്മയുടെ ചേർത്തുവെക്കലാണ് എഴുത്ത് എന്ന് വേണമെങ്കിൽ നമുക്ക് അത്തരത്തിൽ വ്യാഖ്യാനിക്കാം എന്നുകൂടി ഞാൻ കരുതുകയാണ്. ഇത്തരത്തിലാണ് ഞാൻ എൻ്റെ രചനകളെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരം ചില ആലോചനകൾ അവിടെ ഉണ്ടാവുമ്പോൾ ചില പരീക്ഷണങ്ങൾക്കൊക്കെ മുതിരുകയും ചെയ്യും. അങ്ങനെയാണ് തരകൻ സ്കന്ധവരി എന്ന് പറയുന്ന നോവൽ ഉണ്ടാവുന്നത്. വളരെയധികം വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയ കൃതികളിലൊന്നാണ്. എങ്ങനെയാണ് ഇങ്ങനെ നോവൽ എഴുതി വെക്കാൻ കഴിയുന്നത്? അടുക്കും ചിട്ടയും ഇല്ലാതെ, കൃത്യമായ രൂപരേഖയില്ലാതെ ഒരു നോവൽ എങ്ങനെയാണ് വെക്കുന്നത്? നിങ്ങൾ പലർക്കും അതിൻ്റെ രൂപം അറിയാമെന്നാണ് ഞാൻ കരുതുന്നത്. എങ്കിൽ പോലും അറിയാത്ത ഒന്നോ രണ്ടോ പേരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഒരു ചെറിയ രീതിയിൽ പറയാം. 120 കാർഡുകളിലായിട്ടാണ് നോവൽ പ്രത്യക്ഷത്തിൽ ചെയ്തിരിക്കുന്നത്. ഈ 120 കാർഡുകളിൽ 120 അധ്യായങ്ങളിലായി ഒരു നോവൽ ചിതറിക്കിടക്കുകയാണ്. മറ്റെല്ലാ നോവലുകളുടെയും വായനയുടെ കർത്താവ്, എഴുത്തിൻ്റെ കർത്താവല്ല, വായനയുടെ കർത്താവ് പോലും എഴുത്തുകാരനാണ്. ഞങ്ങളാണ് നിശ്ചയിക്കുന്നത് നിങ്ങൾ ഏത് സംഭവത്തിൽ നിന്ന് കഥ വായിച്ചു തുടങ്ങണം എന്ന്. നിങ്ങൾ ഏത് ക്രമത്തിൽ സംഭവങ്ങളെ മനസ്സിലാക്കി എടുക്കണമെന്ന് എഴുത്തുകാരനാണ് നിശ്ചയിക്കുന്നത്. ഏത് നിമിഷത്തിലാണ് ഇന്ന സംഭവം നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് നമ്മൾ സൂക്ഷ്മമായി ഒരിടത്ത് അടയാളപ്പെടുത്തി വെക്കുകയും അവസാനം നിങ്ങൾ എന്തറിയണമെന്ന് ഞങ്ങൾ തീരുമാനിക്കുകയും ചെയ്തതിൽ നിന്ന് വ്യത്യസ്തമായി ഇതിൻ്റെ കർത്തൃത്വം മുഴുവൻ വായനക്കാരന് വിട്ടുകൊടുക്കുന്ന ഒരു പരീക്ഷണമായിരുന്നു തരകൻ സ്കന്ധവരി എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഏത് ചാപ്റ്റർ വേണമെങ്കിലും ഏത് രീതിയിൽ വേണമെങ്കിലും വായിക്കാം. എവിടെ നിന്ന് വായിച്ചാലും അവസാനം ഈ 120 ചാപ്റ്ററുകളും വായിച്ചു കഴിയുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ അതിൻ്റെ ഒരു കഥ ഉരുത്തിരിഞ്ഞു വരുമെന്നാണ് ഞാൻ കരുതുന്നത്. അങ്ങനെ ഒരു ആശയം മുന്നോട്ട് വെക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം നമ്മളാരും ഒരാളെയും ഒരു സംഭവങ്ങളെയും മനസ്സിലാക്കുന്നത് ലീനിയറായിട്ടല്ല എന്നുള്ളതാണ്. നമ്മൾ വളരെ ലീനിയറായിട്ടാണ് ഓരോ സംഭവങ്ങളെയും മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഒരാൾ ഏറ്റവും അടുത്ത് നടന്ന സംഭവം, ഒരാൾ ആത്മഹത്യ ചെയ്തു, കേരളം ചർച്ച ചെയ്യുന്ന. അതിൽ ആത്മഹത്യ ചെയ്തു എന്ന് പറയുന്ന സംഭവമാണ് നമ്മൾ അറിയുന്നത്. പിന്നീടാണ് അതിൻ്റെ പിന്നിലുള്ള പല സംഭവങ്ങൾ നമ്മൾ അറിഞ്ഞ് ഇനിയിപ്പോൾ നമ്മളോട് ചോദിച്ചാൽ ഇത് ലീനിയറായിട്ട് പറയാൻ കഴിയും. അല്ലെങ്കിൽ ബെന്യാമിൻ എന്ന് പറയുന്ന എഴുത്തുകാരനെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കുന്നു. നിങ്ങൾ ആദ്യം മനസ്സിലാക്കുന്ന അയാൾ ആടുജീവിതം എഴുതിയിട്ടുണ്ട് എന്നാണ്. പിന്നെ നിങ്ങൾ മനസ്സിലാക്കുന്നു അയാൾക്ക് കേരള സാഹിത്യ അക്കാദമി ഒരു വർഷം കിട്ടിയിട്ടുണ്ടെന്ന്. പിന്നെ മനസ്സിലാക്കുന്നു വയലാർ അവാർഡ് കിട്ടിയിട്ടുണ്ടെന്ന്. പിന്നെ മനസ്സിലാക്കുന്നു അയാൾ ഗൾഫിലായിരുന്നു എന്ന്. പിന്നെ മനസ്സിലാക്കുന്നു അബൂബക്കർ സാർ ഇപ്പോൾ മനസ്സിലാക്കിയതുപോലെ അയാൾ മാന്ത്രികക്കാരനാണെന്ന് ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കുന്നു. അപ്പോൾ ഇനിയും നിങ്ങളോട് ചോദിച്ചാൽ ഒരു പക്ഷേ ഇയാൾ മാന്ത്രികയിൽ ജനിക്കുകയും പത്തനംതിട്ടയിൽ പഠിക്കുകയും കോയമ്പത്തൂരിൽ പഠിക്കുകയും ഗൾഫിൽ പോവുകയും അവിടെ വെച്ച് എഴുത്തുകാരനാവുകയും പിന്നീട് ആടുജീവിതം എഴുതുകയും പിന്നെ അവാർഡ് കിട്ടുകയും ചെയ്തു എന്ന് പറയുന്ന ലീനിയാരിറ്റിയിൽ നിങ്ങൾക്കിത് വായിച്ചെടുക്കാൻ കഴിയും. അങ്ങനെയാണ് നമ്മൾ ഓരോ മനുഷ്യരെയും ഓരോ സംഭവങ്ങളെയും മനസ്സിലാക്കുന്നത് എന്ന ഒരു ബോധ്യത്തിലാണ് ആ ഒരു നോവൽ എഴുതിയിട്ടുള്ളത്. അത്തരത്തിലുള്ള ഒരു ശ്രമം നിങ്ങളുടെ ഇടയിൽ നിന്ന് ആവശ്യമുണ്ട്. ഒന്നാമത്തെ കാർഡ് വായിച്ചതിന് ശേഷം ചിലപ്പം 30ാമത്തെ കാർഡ് വായിക്കുമ്പോഴായിരിക്കും അതിൻ്റെ ഒരു തുടർച്ച നിങ്ങൾക്കുണ്ടാവുന്നത്. അത്തരത്തിൽ ഓർത്തെടുക്കാനുള്ള ഒരു പരീക്ഷണം എന്ന നിലയിൽ അത്തരം ചില പരീക്ഷണങ്ങൾ കൂടി നമ്മുടെ മലയാള സാഹിത്യത്തിൽ ഉണ്ടാവേണ്ടതുണ്ട് എന്ന് ഒരു തോന്നൽ നിന്നാണ്. കാരണം ഞങ്ങളൊക്കെ എഴുത്തിലേക്ക് വരുമ്പോൾ 90കളുടെ അവസാനം 99 എഴുത്തിലേക്ക് വരുമ്പോൾ ഏതാണ്ട് മലയാള സാഹിത്യം അവസാനിച്ചു, ഇനി മലയാളം ആരും വായിക്കാൻ പോകുന്നില്ല. മലയാള നോവലുകൾ ഇപ്പോൾ അശോകൻ ചെരുവിലിനെ പോലെയുള്ള എഴുത്തുകാർക്കറിയാം അവർ നേരിട്ട ഒരു പ്രതിസന്ധി. ആധുനികതയ്ക്കും ഉത്തരാധുനികയ്ക്കും ഇടയിൽപ്പെട്ട ആ തലമുറ വലിയ നോവലുകൾ എഴുതാൻ നമ്മുടെ പ്രസാധകർ സമ്മതിക്കില്ലായിരുന്നു അക്കാലത്ത്. 100 പേജിൽ കൂടുതലുള്ള നോവലുകൾ ഇനി ആരും വായിക്കുകയില്ല എന്ന് പറഞ്ഞ്
തള്ളിക്കളയുന്ന ഒരു കാലത്ത് നിന്നാണ് ഞങ്ങളുടെ ഒരു തലമുറ, അത് ടി ഡി രാമകൃഷ്ണനുണ്ട്, കെ ആർ മീരയുണ്ട്, വിജയ് ജെയിംസ് ഉണ്ട്, എന്നെങ്കിൽ സുഭാഷ് ചന്ദ്രനുണ്ട്, അങ്ങനെ തുടങ്ങിയ ഒരു വലിയ തലമുറ വലിയ നോവലുകൾ കൊണ്ടുവന്ന് നിങ്ങളെക്കൊണ്ട് വായിപ്പിക്കാനുള്ള ഒരു ശ്രമം നടത്തിയത് വ്യത്യസ്തതരം ആശയങ്ങളുണ്ട്. അത്തരത്തിൽ അഭിമാനബോധമുള്ള ഒരു തലമുറയായിട്ടാണ് ഞങ്ങളെ കരുതുന്നത്. പലപ്പോഴും അത് ഒരാളുടെ മാത്രം എന്തോ ഒരു സംഭാവനയായി പലപ്പോഴും പറയാറുണ്ട്. അങ്ങനെ ഒരാളുടെ സംഭാവനയല്ല, ഒരു കൂട്ടായ ശ്രമത്തിൻ്റെ ഭാഗമായി വായനക്കാരെ, വായനയിൽ നിന്ന് തിരിച്ചുപോയവരെ അവസാനിപ്പിച്ചു പോയവരെ തിരിച്ചു കൊണ്ടുവരാനും പുതിയ ഒരു വലിയ വായനാ സമൂഹത്തെ ഉണ്ടാക്കാനും കഴിഞ്ഞിട്ടുണ്ട്. അത് വ്യത്യസ്ത തരം അനുഭവങ്ങൾ പകർത്തിക്കൊണ്ടാണ്. കാരണം അന്ന് നമ്മൾ നേരിട്ട ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് ഇൻ്റർനെറ്റിൻ്റെ കടന്നുവരവോടുകൂടി അറിവിൻ്റെ ഒരു വലിയ വിപ്ലവം നമ്മുടെ മുമ്പിൽ ഉണ്ടായിരിക്കുകയാണ്. ദൃശ്യമാധ്യമങ്ങളുടെ കടന്നുവരവോടുകൂടി കാഴ്ചയുടെ ഒരു വലിയ വിപ്ലവം ഉണ്ടായിരിക്കുകയാണ്. ആത്മകഥകളുടെയും കേട്ടെഴുത്തുകളുടെയും കാലത്ത് അങ്ങനെ ഒരു വലിയ വിപ്ലവം ഉണ്ടാകുമ്പോൾ ഇതിൻ്റെ എല്ലാം ഇടയിൽ നിന്നുകൊണ്ട് എങ്ങനെയാണ് ഒരാൾ സർഗാത്മകമായി കഥ പറയുക, എഴുത്തുകാരനാവുക എന്ന ഒരു വെല്ലുവിളി ആണ് ഞങ്ങളുടെ തലമുറ നേരിട്ടത്. അപ്പോഴും ഞങ്ങളുടെ തലമുറയ്ക്കുണ്ടായ ഒരു പരാജയം ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങളിലേക്ക് ഇറങ്ങിപ്പോകാൻ ഞങ്ങളുടെ തലമുറ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. അത്തരം പരീക്ഷണങ്ങൾക്ക് ഇപ്പോഴും നമ്മുടെ മലയാള സാഹിത്യം വിമുഖമായി നിൽക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ജനപ്രിയമായത് മാത്രം സ്വീകരിക്കുക എന്ന് പറയുന്നത്, അതിലേക്ക് മാത്രം ഏറ്റവും ഊന്നുക എന്ന് പറയുമ്പോൾ പലപ്പോഴും ഇത്തരം പരീക്ഷണങ്ങൾക്ക് നമ്മൾ വിമുഖരാകുമ്പോൾ അത്തരം ഒരു പരീക്ഷണം കൂടി എൻ്റെ ഭാഗത്തു നിന്ന് നടത്താമെന്ന ശ്രമത്തിൻ്റെ അതിനൊരു സ്വീകാര്യത കിട്ടില്ല എന്നുറപ്പോടുകൂടി തന്നെയാണ് യഥാർത്ഥ തരകൻ സ്കന്ധവരി എഴുതിയിട്ടുള്ളത്. ഇങ്ങനെയൊക്കെ ഇതാണ് എൻ്റെ രചനാലോകം എന്ന് കരുതുന്നു. ഏറ്റവും അവസാനമായി ഇപ്പോൾ മൾബറി എന്ന് പറയുന്നൊരു നോവൽ മാതൃഭൂമി വാരികയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ആദ്യ പ്രസാധകനായിരുന്നു ഷെൽവിയെപ്പോലെ ഒരാളില്ലായിരുന്നെങ്കിൽ നിശ്ചയമായിട്ടും എഴുത്തിൻ്റെ ലോകത്തേക്ക് ഞാൻ വരുമായിരുന്നില്ല. തിരിച്ചയക്കപ്പെട്ട എത്രയോ കഥകൾ എൻ്റെ ഓർമ്മയിലുണ്ട്. അന്ന് ഗൾഫിലായിരിക്കുന്ന സമയത്ത് എനിക്കൊരു സാഹിത്യകാരനെയും പരിചയമുണ്ടായിരുന്നില്ല, ഒരു പത്രാധിപരെയും പരിചയമുണ്ടായിരുന്നില്ല. എനിക്കാകെ പരിചയമുണ്ടായിരുന്നത് വാരികകളിലെ വിലാസങ്ങൾ മാത്രമായിരുന്നു. ഞാൻ ഈ വിലാസങ്ങളിലേക്ക് കഥകൾ അയച്ചു കൊടുക്കും. അന്നത്തെ പത്രാധിപരൊക്കെ വളരെ സ്നേഹമുള്ളവരായിരുന്നത് കൊണ്ട് ഈ അയക്കുന്നതിനേക്കാൾ വേഗത്തിൽ ഇവിടുന്ന് സ്റ്റാമ്പ് ഒട്ടിച്ച് ഗൾഫിലേക്ക് അവരത് തിരിച്ച് അയച്ച് തരുമായിരുന്നു എന്നുള്ളതാണ്. അപ്പോഴൊക്കെ എനിക്ക് വേണമെങ്കിൽ വിചാരിക്കാമായിരുന്നു എൻ്റെ കഥകൾ വളരെ മികച്ചതായിരുന്നു, പക്ഷേ ഈ പത്രാധിപർക്ക് എന്നോടെന്തോ ഒരു ദേഷ്യമുള്ളത് കൊണ്ടത് പ്രസിദ്ധീകരിച്ചില്ല. അദ്ദേഹത്തിൻ്റെ അമ്മാവൻ്റെ മോളുടെ കഥ പ്രസിദ്ധീകരിക്കുന്നതിന് വേണ്ടി എൻ്റെ കഥ തിരസ്കരിച്ചു എന്നൊക്കെ വിചാരിക്കാമായിരുന്നു. പക്ഷേ ഞാൻ വിചാരിച്ചത് എൻ്റെ കഥകൾ മോശമാണ്, ഇതിലും മികച്ച കഥകൾ എഴുതേണ്ടതുണ്ട് എന്ന ഒരു തോന്നൽ എൻ്റെ ഉള്ളിലുണ്ടാവുകയും കൂടുതൽ മെച്ചപ്പെട്ട കഥകൾ എഴുതാനുള്ള ഒരു ശ്രമം എന്നിൽ നിന്ന് ഉണ്ടാവുകയും ചെയ്തു. അങ്ങനെ തിരസ്കരിക്കപ്പെട്ട അനേകം കഥകൾക്കിടയിൽ വന്നിട്ടുള്ള ഒരു കത്ത് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കത്തായി ഞാൻ കരുതുകയാണ്. അന്നൊരിക്കൽ ഭാഷാഭൂഷണിയിലേക്ക് അയച്ച ഒരു കഥയോടൊപ്പം അന്ന് അതിൻ്റെ എഡിറ്ററായിരിക്കുന്ന സി രാധാകൃഷ്ണൻ സാറ് അയച്ച ഒരു മറുപടിയുണ്ട്. അദ്ദേഹം എഴുതിയത്, ബെന്യാമിൻ, നിങ്ങളുടെ കഥ കിട്ടി, നിർഭാഗ്യവശാൽ അത് ഇവിടെ പ്രസിദ്ധീകരിക്കാൻ സാധ്യമല്ല. എന്നാൽ നിങ്ങളുടെ ഉള്ളിലൊരു കഥാകാരനുണ്ട് എന്ന് ഞാൻ തിരിച്ചറിയുന്നു. എല്ലാ കഥകളുടെയും രഹസ്യം എന്ന് പറയുന്നത് പറയപ്പെടാത്ത ഒരു കഥ അതിനുള്ളിൽ ഒളിച്ചിരിക്കണം എന്നുള്ളതാണ്. നിങ്ങൾ നല്ല എഴുത്തുകാരനാവട്ടെ എന്ന് പറയുന്ന എനിക്ക് ലഭിച്ചിട്ടുള്ള ഏത് പുരസ്കാരത്തേക്കാളും വലുതാണ് ആ കത്ത് എന്ന് ഞാൻ ഇപ്പോഴും കരുതുകയാണ്. എൻ്റെ ഉള്ളം എൻ്റെ അറിവിൻ്റെ ഒരു വലിയ വാതിൽ തുറന്നു തന്ന ഒന്നായിരുന്നു. എല്ലാ കഥകൾക്കുള്ളിലും പറയപ്പെടാത്ത ഒരു കഥ ഒളിച്ചിരിക്കണമെന്ന്. അപ്പോഴാണ് യഥാർത്ഥത്തിൽ വായനക്കാരൻ അതിനെക്കുറിച്ച് ആലോചിച്ചു തുടങ്ങുകയും അവിടെ നിന്ന് അയാൾ പുതിയൊരു കഥ മെനഞ്ഞു തുടങ്ങുകയും ചെയ്യുന്നത്. അങ്ങനെ എൻ്റെ കഥകൾ പലപ്പോഴും അപൂർണമായിരിക്കുന്നത് നിങ്ങൾ പുതിയൊരു കഥ മെനഞ്ഞു തുടങ്ങണം എന്ന ആശയോടുകൂടിയാണ്. എൻ്റെ ചില കഥകളിലെങ്കിലും വായിച്ച് ഇഷ്ടപ്പെട്ട നിങ്ങൾ ഓരോരുത്തരും ഓരോ വലിയ കലാകാരന്മാരായി, എഴുത്തുകാരായി മാറിയിട്ടുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഭാവന പൂരിപ്പിക്കുന്നത് എഴുത്തുകാരൻ ഒറ്റയ്ക്കല്ല, നമ്മൾ ഇരുവരും ചേർന്നാണ്. നമ്മൾ രണ്ടുപേരും കൂടി, നമ്മൾ ഇരുവരും അക്ഷരത്താളുകളിൽ ഒത്തുചേരുമ്പോഴാണ് ഒരു കഥ പൂർണ്ണമാവുന്നത്. അങ്ങനെ എന്നെ പൂർണ്ണമാക്കാൻ സഹായിച്ച നിങ്ങൾക്കെല്ലാവർക്കും ഹൃദയം കൊണ്ട് അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. എന്ത് ചോദ്യവും ചോദിക്കാം, പ്രശ്നമില്ല. അൽ അറേബ്യൻ നോവൽ ഫാക്ടറി ഉണ്ടല്ലോ, അതിൽ പ്രധാന കഥാപാത്രം മുമ്പ് വായിച്ചതാണ്, ആ പേര് എനിക്ക് ഓർമ്മയില്ല. അത് അദ്ദേഹം ഒരാളെ ഡാറ്റ കളക്ട് ചെയ്യാൻ വേണ്ടി വിടുകയാണ്.
അപ്പോൾ അങ്ങേര് പറയുന്ന അദ്ദേഹത്തിൻ്റെ വിശേഷമായിട്ട് പറയുന്നത് തന്നെ ഒരു മനുഷ്യനിലെ പ്രതിഭ ശരിക്കും ഉണരുന്നത് അയാൾ കാരണമില്ലാതെ ലക്ഷ്യമില്ലാതെ നടക്കുമ്പോഴും കാരണമില്ലാതെ നഗ്നനാകുമ്പോഴാണെന്നാണ്. അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളത്രയാണ്. അപ്പോൾ അദ്ദേഹം ഈ ഡാറ്റ കളക്ട് ചെയ്യാൻ വിടുന്ന ആളോട് പറയുന്ന ഒരു കാര്യമുണ്ട്. അത് ഒരു നോവലും മുറിയിലടച്ചിട്ടിരുന്ന് ചിന്തിച്ച് എഴുതുന്ന കാലമൊക്കെ കഴിഞ്ഞു. ആ നോവലിൻ്റെ പേര് തന്നെ അൽ അറേബ്യൻ നോവൽ ഫാക്ടറി എന്നാണ്. അപ്പോൾ ഓരോ നോവലും ഓരോ ഫാക്ടറി ഉൽപ്പന്നങ്ങളാണ്. ഫാക്ടറി എന്ന് പറയുമ്പോൾ ഡിവിഷൻ ഓഫ് ലേബർ വരും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ആളുകളെ ഡാറ്റ കളക്ട് ചെയ്യാൻ പറ്റും. പിന്നെ പറയുന്ന ഒരു കാര്യം ഉണ്ട്, അതാണ് ഈ സംഗതി മനസ്സിൽ വെച്ചുകൊണ്ടാണ് യുവർ മഹാഭാരത വാസ് റിട്ടൺ നോട്ട് ബൈ വൺ വ്യാസ ബട്ട് ബൈ മെനി വ്യാസാസ് എന്ന് പറയുന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് അതിലുണ്ട്. അപ്പോൾ അത് എന്നെ സംബന്ധിച്ച് എനിക്കൊരു വലിയ വെളിച്ചം കിട്ടി. ഒരു വ്യാസനല്ല, പല വ്യാസനാണ്. അതുപോലെ വ്യാസം എന്ന പേര് തന്നെ എഡിറ്റർ എന്ന അർത്ഥത്തിലാണെന്നൊക്കെ പറയുന്നുള്ളൂ. അപ്പോൾ വാസ്തവത്തിൽ ഈ ഡാറ്റ കളക്ട് ചെയ്യുന്നതിൻ്റെ ഒരു പ്രാചീന രീതി പണ്ട് നിലനിന്നിരുന്നതായി ബെന്യാമിന് അഭിപ്രായം ഉണ്ടോ? ഒരു ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, ഡാറ്റ കിട്ടിയാൽ തന്നെ ഈ ഡാറ്റ കലയാക്കുന്നത്, വെറുതെ ഡാറ്റ നേരത്തെ പഴയ ഭാഷ പറഞ്ഞാൽ പുല്ല് പാലാവുക അത്ര, പശു പുല്ല് തിന്നാൻ കിട്ടുന്നത് പാലാണ് കറന്ന. അതുപോലെ ഡാറ്റ കളക്ട് ചെയ്ത് അത് വേറെ രൂപത്തിൽ എങ്ങനെയാണ് അപ്പോഴല്ലേ അത് ലിറ്ററേച്ചറിൻ്റെ തലത്തിലേക്ക് ഉയരുള്ളൂ. അപ്പോൾ ഈ രണ്ട് വസ്തുതകൾ, മറ്റേ ചോദ്യം ആവശ്യമില്ലാത്തതാണ് ആദ്യത്തെ. അതായത് ഞാൻ ആവശ്യമില്ലാത്ത ചോദിക്കണ ഒരാളായതുകൊണ്ട് പറഞ്ഞു തന്നുള്ളൂ. അപ്പം അങ്ങനെ ഈ വ്യാസൻ്റെ കാലത്ത് ഡാറ്റ കളക്ഷൻ ഉണ്ട്, അതല്ലെങ്കിൽ അതുവരെയുള്ള വിമർശനങ്ങളെ മുഴുവൻ ഈ ഒറ്റ ചോദ്യം കൊണ്ട്, ഈ പ്രസ്താവന കൊണ്ട് മാറ്റിമറിച്ചതിൻ്റെ പിന്നിലെ ഒരു സംഗതി അറിഞ്ഞാവോളാം. പല പഠനങ്ങളിൽ നിന്നാണ് യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു സെൻറ്റൻസിലേക്ക് എത്തുന്നത്. അത് എനിക്ക് കൂടുതൽ തെളിഞ്ഞു കിട്ടിയിട്ടുള്ളത് ഇപ്പം കെ സി നാരായണ മാഷിൻ്റെ മഹാഭാരതം സ്വതന്ത്ര സോഫ്റ്റ്വെയർ എന്ന് പറയുന്ന ആ പുസ്തകം ഒരിക്കൽ കൂടി വായിച്ചപ്പോഴാണ്. അതിപ്പോൾ അടുത്തിടെ ഇറങ്ങിയ പുസ്തകമാണ്. അതിനകത്ത് കൃത്യമായി പറയുന്നുണ്ട് മഹാഭാരതം എത്ര വർഷത്തെ സൂക്ഷ്മമായ പഠനങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ വളർന്നതാണ് എന്ന്. ഒരാൾ ഒരു സുപ്രഭാതത്തിൽ എഴുതിയതല്ല എന്നും പല ഘട്ടത്തിൽ പല ആളുകൾ പല സമയത്ത് കൂട്ടിച്ചേർത്തതെന്നും പലതരം ആശയങ്ങൾ, ഇപ്പം അക്ബർ ചക്രവർത്തിയുടെ കാലത്ത് എങ്ങനെയാണ് അത് മറ്റൊന്നായി മാറിയത് എന്നും, അല്ലെങ്കിൽ ഹൈന്ദവത ശക്തമായിരുന്ന കാലത്ത് അതിനോട് എന്തെല്ലാം കാര്യത്തിൽ ചേർന്നു, അല്ലെങ്കിൽ ബുദ്ധമതം ശക്തമായ കാലത്ത് അതിൽ നിന്ന് എങ്ങനെയാണ് ചില എതിർപക്ഷങ്ങൾ ഉണ്ടാവുകയും അതിനോട് തന്നെ കൂട്ടിച്ചേർക്കപ്പെടുകയും ചെയ്തത് എന്ന മനോഹരമായൊരു വായന കെ സി നാരായണ മാഷ് അതിനകത്ത് വെക്കുന്നുണ്ട്. സത്യത്തിൽ ഇത് പല വ്യാസന്മാരാൽ രചിക്കപ്പെട്ടതാണ് എന്നതിൻ്റെ ഒരു വലിയ സൂചനയാണ്. അപ്പം എല്ലാ കാലത്തും പഴയ കാലത്ത് ഇത്തരത്തിലുള്ള കൂടിച്ചേറുകൾ, ഇപ്പം ഞാൻ പറയട്ടെ, നമ്മുടെ നാടോടി കഥകൾ എടുത്തു നോക്കിയാൽ അതങ്ങനെ വികസിച്ചതാണെന്ന് നമുക്ക് കാണാൻ കഴിയും. അതൊരാൾ പറയുന്നതല്ല. ഇപ്പം നമ്മൾ ഏറ്റവും പുതിയ കാലത്ത് നിങ്ങൾ വാട്സപ്പ് കഥകൾ പരിശോധിച്ചാൽ മതി. നിങ്ങൾക്ക് വരുന്ന ഒരു വാട്സപ്പ് കഥ നിങ്ങളെന്ത് ചെയ്യും? അത് നിങ്ങളുടെ കൂട്ടുകാരൻ്റെ പേരിലാക്കി അത് അതിൻ്റെ ചില മേമ്പടികളൊക്കെ ചേർത്ത് നിങ്ങളുടെ ഇടയിലേക്ക് അതിനെ വ്യാപിപ്പിക്കും. അപ്പോൾ ഇത് ഈ കഥ പറച്ചൽ രീതിയുടെ ഒരു സ്വഭാവമാണ് എന്നാണ് ഞാൻ കരുതുന്നത്. എല്ലാ കാലത്തും അതിന് പുതിയ കൂട്ടിച്ചേർക്കലുകൾ ഉണ്ടായി, പുതിയ വേർഷൻസ് ഉണ്ടായി, പുതിയ രൂപഭേദങ്ങളുണ്ടായി, വളർന്നുകൊണ്ടേയിരിക്കും. അതിൻ്റെ ഏറ്റവും ഉത്തമമായ ഉദാഹരണമാണ് മഹാഭാരതം എന്ന് പറയുന്നത്. അത് ഞാൻ വളരെ സാന്ദർഭികമായി അവിടെ നിന്ന് കൊളുത്തി ഇങ്ങനെ അങ്ങ് പോയെന്ന് മാത്രമേ ഉള്ളൂ. അത് ആ നോവലുമായി യാതൊരു ബന്ധവുമില്ലാത്ത പറയണമെന്ന് മാത്രമല്ല, ഇത് കണ്ടപ്പോൾ അങ്ങനെ എൻ്റെ കണ്ണിൽ ഉടക്കിയതുകൊണ്ട് ചോദിച്ചു. അതിൻ്റെ സെക്കൻഡ് പാർട്ടിൽ ഇപ്പോൾ പറയുന്നത് ഡേറ്റ കളക്ഷൻ എന്ന് പറയുമ്പോൾ ഞങ്ങളെപ്പോലെ ഇപ്പോൾ നമ്മൾ മലയാളത്തിൽ എഴുതുന്ന പാവങ്ങൾക്ക് ഡേറ്റ കളക്ഷനൊന്നും ആൾക്കാരെ വെക്കാനുള്ള പാങ്ങൊന്നും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷേ വലിയ എഴുത്തുകാരിൽ ബഹുഭൂരിപക്ഷം ആൾക്കാരും നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് ഡേറ്റ കളക്ഷന് വേണ്ടി വലിയ ടീമുണ്ടെന്നുള്ളത്. അവർക്ക് ഒരു ചരിത്രത്തെ സംബന്ധിച്ച് ഇന്ന കാര്യങ്ങൾ വേണം. ഇപ്പം ഞാൻ മാന്തലിൻ്റെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ എഴുതുകയാണ്. എനിക്ക് വിമോചന ദൈവശാസ്ത്രം തിരുവിതാംകൂറിൽ ഉണ്ടായതിനെക്കുറിച്ച് കുറച്ച് ഡേറ്റ ഉള്ള കളക്ഷൻ ചെയ്യാൻ കുറച്ച് കുട്ടികളെ ഏൽപ്പിച്ചാൽ അത് കളക്ട് ചെയ്തുകൊണ്ട് വരും. അതെങ്ങനെ സർഗാത്മകമായി തീർക്കണമെന്നുള്ളത് എൻ്റെ ബോധ്യത്തിൽ നിന്നുകൊണ്ടോ എൻ്റെ സർഗാത്മകത അല്ല. അവിടെ ഫാക്ടറി എന്ന് പറയുമ്പോൾ അന്യവൽക്കരണം വരുമല്ലോ സ്വാഭാവികമായിട്ട്. അപ്പോൾ ഇയാൾക്ക് ഡാറ്റ കളക്ട് ചെയ്തുകൊണ്ട് പക്ഷേ എൻഡ് ഓഫ് ദ ഡേ ആ നോവൽ തീരുന്നത് യഥാർത്ഥത്തിൽ ഈ ഡേറ്റ കളക്ട് ചെയ്യുന്ന ആൾ നോവൽ എഴുതുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അയാൾ അത് ഉപേക്ഷിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. അപ്പോൾ ഈ കളക്ട് ചെയ്യപ്പെടുന്ന എല്ലാ ഡേറ്റയും നോവലുകളായി മാറില്ല. നമ്മൾ തന്നെ എത്രയോ കാര്യങ്ങൾ വായിക്കുന്നു, പഠിക്കുന്നു, അറിയുന്നു, നോവലിന് വേണ്ടി തയ്യാറെടുക്കുന്നു. പക്ഷെ അതൊന്നും നോവലായി എന്ന് വരില്ല.
നമ്മൾ തയ്യാറായി വെച്ച് ഇപ്പം നോവൽ എഴുതുമെന്ന് വിചാരിച്ച് നമ്മൾ കുറേ കാര്യങ്ങൾ എടുത്തു വെക്കും, അത് നോവലാവില്ല. പലപ്പോഴും അങ്ങനെയാണ് എൻ്റെ ഒരു എഴുത്ത് ചെയ്ത്. പക്ഷേ ഇതൊന്നും ഇല്ലാതിരിക്കുമ്പോൾ ഇപ്പം ശോകേട്ടൻ വിട്ടിരിപ്പുണ്ട്, അദ്ദേഹത്തോട് ചോദിച്ചാൽ അറിയാൻ പറ്റും. നമ്മൾ വിചാരിക്കുന്നതാവില്ല ചിലപ്പോൾ പലപ്പോഴും. ഇപ്പോൾ സച്ചിമാഷിരിക്കുന്നത് കവിതയെക്കുറിച്ച് ചോദിച്ചു നോക്കൂ, നമ്മൾ വിചാരിക്കുന്നതല്ല, മറ്റൊരു സന്ദർഭത്തിൽ നമ്മളെ വല്ലാതെ ഹോണ്ട് ചെയ്യുകയും നമ്മളതിൻ്റെ പിന്നാലെ അറിയാതെ നടക്കുകയും അപ്പോൾ വന്നു ചേരുന്ന ചില ഡേറ്റകളുണ്ട്. അറിഞ്ഞോ അറിയാതെയോ വന്നു ചേരുന്ന ഡേറ്റകൾ നമ്മുടെ ഉള്ളിൽ ചേർക്കുകയും ചെയ്യും എന്നുള്ളതാണ്. പക്ഷേ ഒരു നോവൽ എഴുതുമ്പം ഡേറ്റ കളക്ട് ചെയ്യാൻ ആളുണ്ടെങ്കിൽ നമ്മുടെ അധ്വാനം കുറച്ച് കുറഞ്ഞിരിക്കും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. വലിയ എഴുത്തുകാർക്കൊക്കെ അത് സംഭവിക്കുന്നുണ്ട് എന്നുള്ളത്. അത് ഇപ്പം ഒർഹാൻ പാമൂക്കിനെ പോലെയുള്ള ആളുകൾക്ക്, അല്ലെങ്കിൽ ഇവിടെ സൂചിപ്പിച്ച മറ്റേ വലിയ എഴുത്തുകാരനുണ്ടല്ലോ, എന്തായിരുന്നു, ഡാൻ ബ്രൗണിനെ പോലുള്ള എഴുത്തുകാർക്കൊക്കെ ഉണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതിനെ നമ്മൾ ആ നോവലിലേക്കൊന്ന് ഇറക്കി വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. താങ്ക് യു. ഒരു ലേഖനം എഴുതിയിട്ടുണ്ടായിരുന്നു. ലോകത്തൊട്ടാകെയുള്ള സാഹിത്യകാരന്മാരിൽ നിന്ന് എഴുതാൻ താല്പര്യമുള്ള ആളുകളുടെ ഒരു സെലക്ഷൻ, ഒരു ഫൗണ്ടേഷൻ നടത്തുകയും അതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ഒരാളായിരുന്നു താങ്കളെന്ന്. 3-4 മാസം അവിടെ തങ്ങുകയും സാഹിത്യ അനുഭവങ്ങൾ അവിടെ രേഖപ്പെടുത്തുകയും ചെയ്തു എന്നാണ് മനസ്സിലാക്കുന്നത്. ഒന്ന് വിശദീകരിക്കാമോ ആ അനുഭവങ്ങൾ? അത് അങ്ങനെയല്ല. ഈ ലോകത്തെമ്പാടുമുള്ള യൂണിവേഴ്സിറ്റികൾ, പലതരത്തിലുള്ള ഫൗണ്ടേഷൻസൊക്കെ എന്താണ് റൈറ്റേഴ്സ് റെസിഡൻസി പ്രോഗ്രാം എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം തയ്യാറാക്കിയിട്ടുണ്ട്. പലരുണ്ട്. അമേരിക്കയിലൊക്കെയുള്ള ചില യൂണിവേഴ്സിറ്റികളുണ്ട്, യൂറോപ്പിൽ ഉടനീളമുള്ള ധാരാളം ഫൗണ്ടേഷൻസ്, പ്രസാധകർ ഒക്കെ അത് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായി അങ്ങനെ ഒന്ന് സ്വിറ്റ്സർലൻഡിലുണ്ട്. അത് നമ്മളെ തിരഞ്ഞെടുക്കുന്നൊന്നുമല്ല, സത്യത്തിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നതാണ്. നമ്മളൊരു കോഴ്സിന് അപ്ലൈ ചെയ്യുന്നത് പോലെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മളുടെ ഇതുവരെയുള്ള നമുക്ക് കിട്ടിയിട്ടുള്ള അവാർഡുകൾ, നമ്മൾ എഴുതിയിട്ടുള്ള പുസ്തകങ്ങൾ, നമ്മുടെ പരിഭാഷകൾ, അതിൻ്റെ ഭാഗങ്ങൾ, ഇതെല്ലാം കൂടി വെച്ച് അപ്ലൈ ചെയ്യുമ്പോൾ അവരൊരു സൂക്ഷ്മ പരിശോധന നടത്തി അതിൽ നിന്ന് കുറച്ച് എഴുത്തുകാരെ ആണ് സ്വീകരിക്കുന്നത്. അവർ എനിക്ക് തോന്നുന്നു 2014 മുതലോ 15 മുതലോ ചെയ്യുന്നുണ്ട്. ഷാൻ മിഷാൽസ്കി എന്ന് പറയുന്ന ഒരു വലിയ ഫൗണ്ടേഷനാണ്. ജനീവയ്ക്കടുത്ത്, സ്വിറ്റ്സർലൻഡ് ജനീവയ്ക്കടുത്തുള്ള ഒരു വലിയ ഉൾഗ്രാമത്തിലാണ്, വളരെ ഉൾഗ്രാമത്തിലാണ് ആ ഫൗണ്ടേഷൻ നിലനിൽക്കുന്നത്. ഞാൻ കഴിഞ്ഞ വർഷമാണ് പോയത്. 2023 ഏതാണ്ട് 20 രാജ്യങ്ങളിൽ നിന്നുള്ള 54 എഴുത്തുകാർ പല ഘട്ടങ്ങളിലായി. ചിലപ്പോൾ 2 ആഴ്ചയായിരിക്കും, ചിലപ്പോൾ 2 മാസമായിരിക്കും, അങ്ങനെ 3 മാസം വരെ അവർ സൗകര്യം ചെയ്തു തരുന്നുണ്ട്. അപ്പോൾ അത് അവരുടെ ഒരു സാമൂഹിക പ്രവർത്തനത്തിൻ്റെ ഭാഗമായി അവർ ചെയ്യുന്ന ഒരു പ്രവൃത്തി ആണ്. ലോകത്തെമ്പാടുമുള്ള എഴുത്തുകാരെ കൊണ്ടുപോയി അവിടെ വെച്ച് സർവ്വ ചെലവും അവരാണ് വഹിക്കുന്നത്. നമുക്ക് ഇവിടെ നിന്നുള്ള വിമാന ടിക്കറ്റ്, അവിടെ താമസിക്കാനുള്ള ചിലവ്, ഭക്ഷണം, താമസിക്കാനുള്ള മുറി, അവിടെ ആ ഫൗണ്ടേഷനിൽ തന്നെ അവരുടെ കോട്ടേജുകളുണ്ട്, നമുക്കവിടെ താമസിക്കാം. അവിടെ കറങ്ങാനുള്ള അലവൻസ് തരും. അവിടെ സാഹിത്യ ചർച്ചകളുണ്ട്. അത്തരം ഫൗണ്ടേഷനുകൾ ലോകത്തിൻ്റെ പല ഭാഗത്ത്, സ്വിറ്റ്സർലൻഡിൽ തന്നെ ഞാൻ ചെന്നപ്പോൾ മറ്റ് പല ഭാഗങ്ങളിലും ഉണ്ട് എന്ന് കണ്ടു. പക്ഷേ ചില ഫൗണ്ടേഷൻസ് യാത്രാ ചിലവൊക്കെ നമ്മൾ തന്നെ വഹിക്കണം എന്നുള്ളതാണ് പറയുന്നത്. അപ്പം അവർക്ക് മറ്റൊന്ന് പറയുന്നത് അവർക്ക് ഒരു ഡിമാൻഡും ഇല്ല എന്നുള്ളതാണ്. നമ്മൾ എഴുതുകയോ എഴുതാതിരിക്കുകയോ എന്ത് വേണേൽ ചെയ്യാം. നമുക്ക് നമ്മൾ തിരിച്ചു പോരുമ്പം എഴുതിയ ഭാഗം കാണിക്കുക, അല്ല ഇന്ന വിഷയത്തെക്കുറിച്ച് എഴുതുക എന്നൊന്നുമില്ല. സർഗാത്മകമായി നിങ്ങൾക്ക് ചിലവഴിക്കാൻ ഞങ്ങൾ കുറച്ച് ഒരു സ്ഥലം ഒരുക്കി തരുന്നു, നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ചിലവഴിക്കാം. പക്ഷേ ഞാനത് സർഗാത്മകമായി ചിലവഴിച്ചു. ആ 2 മാസത്തെ കൊണ്ടാണ് ഞാൻ ഈ മൾബറി എന്ന് പറയുന്ന നോവലിൻ്റെ ആദ്യ ഡ്രാഫ്റ്റ് എഴുതി പൂർത്തിയാക്കിയത്. കേരളത്തിലിരുന്നാൽ ഈ പറഞ്ഞതുപോലെ നിരന്തരം പല യാത്രകൾ, സമ്മേളനങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ആ ദിവസങ്ങളെ ഞാൻ പ്രയോജനപ്പെടുത്തി. അത് ആർക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇന്നാർക്കുമെന്ന് മാത്രമല്ല, ആർക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാവുന്ന ഒരു പ്രോഗ്രാമാണ്. ഭാഗ്യവശാൽ ഇന്ത്യയിൽ നിന്ന് ആദ്യമായി അപ്ലൈ ചെയ്തത് ഞാനായിരിക്കും, അല്ലെങ്കിൽ വേറെ ആരും അപ്ലൈ ചെയ്യാൻ മറന്നു പോയെന്തോന്നറിയില്ല. അത് കിട്ടിയെന്ന് മാത്രമേ ഉള്ളൂ. അതൊരിക്കലും ഒരു അവാർഡോ അല്ലെങ്കിൽ നമുക്കെന്തോ ഒരു പ്രത്യേക ഇത് തരുന്നതല്ല. നമ്മൾ ശരിക്കും അങ്ങോട്ട് അപ്ലൈ ചെയ്ത് വാങ്ങുന്ന ഒരു സാധനമാണ്. താങ്ക് യു. കസൻസാക്കിസ് എല്ലാ കാലത്തും എൻ്റെ ഒരു പ്രിയപ്പെട്ട എഴുത്തുകാരനാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ, ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ കൃതികളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ആത്മീയത, ക്രിസ്തുവിനോടുള്ള ഒരു ബന്ധം. ഞാനും ക്രിസ്തീയ പശ്ചാത്തലത്തിൽ നിന്ന് വന്ന ഒരാൾ. എൻ്റെ ഈ വായനയുടെയൊക്കെ, ഞാൻ പറഞ്ഞ വായനയുടെ ഒരു ആദ്യകാലത്ത് ഈ ബൈബിളിനെ പലതരത്തിൽ വ്യാഖ്യാനിക്കുന്ന കൃതികൾ വായിക്കുന്നതിൽ വലിയ കൗതുകമുള്ള ഒരാളായിരുന്നു. അപ്പോൾ ഹോളി ബ്ലഡ് ആൻഡ് ഹോളി ഗ്രെയിൽ, അൺഓതറൈസ്ഡ് വേർഷൻ ഓഫ് ബൈബിൾ,
അങ്ങനെയൊക്കെ പറയുന്ന കുറേയേറെ ബൈബിളിൻ്റെ പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ, ക്രിസ്തുവിനെ പലതരത്തിൽ വ്യാഖ്യാനിക്കുന്ന പുസ്തകങ്ങൾ, അതൊക്കെ വായിക്കുന്നത് എൻ്റെ ഒരു വലിയ കൗതുകമായിരുന്നു. അപ്പോൾ അതിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ഈ പ്രവാചകന്മാരുടെ രണ്ടാം പുസ്തകം എന്ന് പറയുന്ന, ഞാൻ ഈ പ്രസംഗത്തിൽ സൂചിപ്പിക്കാത്ത ഒരു നോവൽ, കൃത്യമായി ബൈബിളിനെ അതിനകത്ത് ഈ കുമ്രാൻ ചാവുകടൽ ചുരുളുകൾ കേന്ദ്രീകരിച്ച്, അതായത് 1948 ഇവിടുത്തെ ഇസ്രായേലിലെ കുമ്രാൻ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ക്രിസ്തുവിൻ്റെ കാലത്തെ കുറേയേറെ ചുരുളുകൾ കണ്ടെത്തുകയുണ്ടായി. അതേ സമയത്ത് തന്നെ ഈജിപ്തിലെ നാഗ് ഹമദി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും കുറേ ചുരുളുകൾ കണ്ടെത്തി. ഈ ചുരുളുകളുടെ പശ്ചാത്തലത്തിൽ ബൈബിളിനെ വായിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ക്രിസ്തു ചെയ്ത അതിശയങ്ങളൊന്നും അതിശയങ്ങളല്ലായിരുന്നു എന്നും അതൊക്കെ വെറും സാമൂഹിക പരിവർത്തനങ്ങളായിരുന്നു എന്നും പറയുന്ന ഒരു വ്യാഖ്യാനം ഉണ്ടായിട്ടുണ്ട്. ഈ പുസ്തകങ്ങളൊക്കെ അതാണ് മുന്നോട്ട് വെക്കുന്നത്. ഇപ്പം വെള്ളം വീഞ്ഞാക്കി എന്ന് പറയുന്ന സംഭവം യഥാർത്ഥത്തിൽ അദ്ദേഹം വെള്ളം വീഞ്ഞാക്കിയല്ല, യഥാർത്ഥത്തിൽ അന്ന് സാമൂഹികപരമായി ഉന്നതിയിലുള്ള ജനവിഭാഗങ്ങൾക്ക് മാത്രമായിരുന്നു ഒരു പന്തിയിലിരുന്ന് വീഞ്ഞു കുടിക്കാൻ അധികാരമുണ്ടായിരുന്നത്, അവകാശമുണ്ടായിരുന്നത്. ക്രിസ്തു ചെയ്യുന്നത് എല്ലാ സാധാരണക്കാർക്കും വീഞ്ഞു വിളമ്പിക്കൊണ്ട് എല്ലാവരും തുല്യരാണെന്ന് പ്രഖ്യാപിക്കുകയാണ് ചെയ്തത് എന്ന് പറയുന്ന ഒരു വ്യാഖ്യാനം. അങ്ങനെ ക്രിസ്തുവിൻ്റെ എല്ലാ അത്ഭുത പ്രവൃത്തികളെയും ഇത്തരത്തിൽ വ്യാഖ്യാനിക്കുന്ന ഗ്രന്ഥങ്ങളാണ്. അതൊക്കെ വായിക്കുന്നതിൽ എനിക്ക് വലിയ കൗതുകമുള്ള ഒരാളാണ്. അപ്പോഴാണ് ഞാൻ ലാസ്റ്റ് ടെംപ്ടേഷൻ ഓഫ് ക്രൈസ്റ്റും വായിക്കുന്നത്. അതോടുകൂടി നമ്മൾ മറ്റൊരാളായി മാറുകയാണ്. സത്യത്തിൽ കസൻ സാക്കിസിൻ്റെ വായിക്കേണ്ട കൃതി ലാസ്റ്റ് ടെംപ്ടേഷൻ ഓഫ് ക്രൈസ്റ്റ് തന്നെയാണ് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അത്രമേൽ ക്രിസ്തുവിനെ, ക്രിസ്തീയ വ്യാഖ്യാനമനുസരിച്ച് ക്രിസ്തു ദൈവത്തിൽ നിന്ന് ഇറങ്ങി വന്ന ഒരു ദൈവപുത്രനാണ് എങ്കിൽ, കസൻ സാക്കിസിൻ്റെ വ്യാഖ്യാനം അനുസരിച്ച് ക്രിസ്തു യഥാർത്ഥത്തിൽ ദൈവത്വത്തിലേക്ക് വളർന്ന ഒരാളാണ്. സാധാരണ മനുഷ്യനായ ഒരാൾ തൻ്റെ സ്വപ്നങ്ങളെ മുഴുവൻ നിരന്തരം നിരാകരിച്ച് ദൈവത്വത്തിലേക്ക് വളർന്ന ഒരാൾ. ആ ലാസ്റ്റ് ടെംപ്ടേഷൻ എന്ന് പറയുന്ന അനുഭവം തന്നെ അദ്ദേഹം ക്രൂശിൽ കിടക്കുമ്പോൾ ഇങ്ങനെ ആലോചിക്കുകയാണ്. താൻ ക്രൂശിൽ നിന്ന് പുറത്തിറങ്ങി, താൻ മറിയയുടെ ഭർത്താവായി, തനിക്ക് കുഞ്ഞുങ്ങളുണ്ടായി, താൻ മുത്തച്ഛനായി, താൻ ഇങ്ങനെ കുടുംബസ്ഥനായി ജീവിക്കുന്നു എന്ന് സ്വപ്നം കാണുന്ന നിമിഷത്തിലാണ് അദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് ആദ്യത്തെ ആണി അടിക്കുന്ന വേദന കൊള്ളുന്നത്. അവിടെ വെച്ചാണ് ക്രിസ്തു മനസ്സിലാക്കുന്നത് ഇത് വെറും സ്വപ്നമായിരുന്നു എന്നും ഞാൻ തൻ്റെ ദൈവത്വത്തിലേക്കുള്ള യാത്ര പൂർത്തിയാക്കിയെന്നും മനസ്സിലാക്കുന്ന. അതുമാത്രമല്ല, അദ്ദേഹത്തിൻ്റെ എല്ലാ കൃതികളിലുമുള്ള ആത്മീയത എന്നെ വല്ലാതെ ആകർഷിച്ചിട്ടുണ്ട്. ഇപ്പം അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു വാചകമുണ്ടല്ലോ, സിസ്റ്റർ സ്പീക്ക് മീ ഓഫ് ഗോഡ്, ദ ആൽമണ്ട് ട്രീ ബ്ലോസംഡ് എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട വാചകം. സഹോദരി എന്നോട് ദൈവത്തെക്കുറിച്ച് സംസാരിക്കുന്നു എന്ന് പറയുമ്പോൾ ബദാം മരം പൂവിട്ടു എന്ന് പറയുന്ന അതിനോളം ആത്മീയത മറ്റെന്തുണ്ട്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രാർത്ഥനയുണ്ട്, ദൈവമേ ഞാൻ എന്തായി തീരാൻ നീ ആഗ്രഹിക്കുന്നുവോ എന്നെ നീ അതാക്കി തീർക്കണമേ എന്ന്. നമ്മൾ ഈ അമ്പലത്തിലും പള്ളിയിലും ഒക്കെ പോയി തലകുത്തി കിടന്ന് ഒരു പ്രാർത്ഥനയും പ്രാർത്ഥിക്കേണ്ടതാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പ്രത്യേകിച്ച് വിശ്വാസികളോട് പറയാവുന്നത് ഞാൻ എപ്പോഴും അങ്ങനെയാണ്. നിങ്ങൾക്ക് എന്തായിത്തീരണം, ദൈവമുണ്ടെങ്കിൽ, നിങ്ങൾ ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്നതുകൊണ്ടാണല്ലോ പള്ളിയിലും അമ്പലത്തിലും ഒക്കെ പോകുന്നത്. എങ്കിൽ പിന്നെ ദൈവത്തിനോട് പറയേണ്ട ഏക പ്രാർത്ഥന, ഞാൻ എന്തായിത്തീരാൻ നീ ആഗ്രഹിക്കുന്നു എന്നെ നീ അതാക്കി തീർക്കണമേ എന്ന് മാത്രം. അത്രയും പ്രാർത്ഥിച്ചാൽ മതി എന്നാണ് അദ്ദേഹം പറയുന്നത്. ബാക്കി എല്ലാ പ്രാർത്ഥനകളും വ്യർത്ഥമാണ്. അത്തരത്തിലൊരു ആത്മീയമായ അടുപ്പം എനിക്ക് അദ്ദേഹത്തോടുണ്ട്. അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട് ഗ്രീക്കോ സോർബാദ് ഗ്രീക്ക് എന്നൊക്കെ പറയുന്ന പുസ്തകങ്ങളൊക്കെ ശരിക്കും ആത്മീയ ഗ്രന്ഥങ്ങളാണ്, ആത്മീയ അന്വേഷണങ്ങളാണ്. അദ്ദേഹം ഈ ആത്മീയ അന്വേഷണത്തിന് വേണ്ടി പോയിട്ടുള്ളത് മൗണ്ട് ആദോസ് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇന്നും നിലനിൽക്കുന്ന ഏതാണ്ട് 1500 വർഷങ്ങളായി സന്യാസിമാർ മാത്രമുള്ള ഒരു സ്ഥലമാണ് മൗണ്ട് ആദോസ് എന്ന് പറയുന്നത്. ഗ്രീക്കിലെ വളരെ ഇൻറ്റീരിയറായ ഒരു സ്ഥലമാണ്. ഭാഗ്യവശാൽ അവിടെയും ഒന്ന് പോകാനുള്ള ഭാഗ്യം, ഞാൻ ഈ കസൻ സാക്കിസിനെ അന്വേഷിച്ച് ഉള്ള യാത്രയിൽ, അന്വേഷിച്ചല്ല, അദ്ദേഹത്തിൻ്റെ ശവകുടീരം കാണാൻ വേണ്ടി ക്രീറ്റിലേക്ക് പോയ യാത്രയിൽ ഞാൻ ഈ മൗണ്ട് ആദോസിലും പോവുകയുണ്ടായി. അവിടെ പോകുക എന്ന് പറയുന്നത് വേറൊരു പെർമിറ്റ് തന്നെ വേണം. നമുക്കൊരു വിസ എടുത്ത് ഗ്രീക്കിൽ ചെല്ലാവുന്ന സ്ഥലമല്ല. നമുക്ക് ആദ്യം മൗണ്ട് ആദോസ് പിൽഗ്രിമേജ് അതോറിറ്റിയിൽ നിന്ന് ഒരു പ്രത്യേക വിസ വേണം. പിന്നീട് നമുക്ക് അവിടെയുള്ള 20 സന്യാസി മഠങ്ങളിൽ ഏതെങ്കിലും സന്യാസി മഠങ്ങൾക്ക് കത്തെഴുതി അവരിൽ നിന്ന് നമ്മളെ അവിടെ താമസിപ്പിക്കാമെന്ന് ഉള്ള സമ്മതപത്രം വേണം. ഇതെല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ പോകാൻ കഴിയൂ. ഭാഗ്യവശാൽ ഞാൻ അപ്ലൈ ചെയ്ത സമയത്ത് എനിക്കത് കിട്ടി. ഞാനവിടെ പോയി. മൗണ്ട് ആദോസിൽ ഏതാണ്ട് 3 ദിവസം, ഒരാൾക്ക് മാക്സിമം താമസിക്കാൻ കഴിയുന്നത് ഇപ്പം 3 ദിവസമാണ്. പക്ഷേ കസൻ സാക്കിസിൻ്റെയൊക്കെ സമയത്ത് ദീർഘകാലം താമസിക്കാൻ അദ്ദേഹം 40 ദിവസം അവിടെ താമസിച്ചിട്ടുണ്ട്, മൗണ്ട് ആദോസിൽ പോയി താമസിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ഏതൻസിലിറങ്ങി തെസലനോക്കി എന്ന് പറയുന്ന മറ്റൊരു നഗരത്തിൽ വിമാനം ഇറങ്ങി അവിടെ നിന്ന് 2.5 മണിക്കൂർ അവറിനോപോളി എന്ന് പറയുന്ന ഒരു തുറമുഖത്തിലേക്ക് പോകണം. അവിടുന്ന് 2 മണിക്കൂർ ബോട്ട് യാത്ര, സ്പീഡ് ബോട്ടിൽ യാത്ര ചെയ്താൽ മാത്രമാണ് മൗണ്ട് ആദോസിലെത്തുന്നത്.
അപ്പോൾ ഇപ്പോഴത്തെ യാത്രയുടെ കാര്യമാണ് അത് പറയുന്നത്. അപ്പം കസൻ സാക്കിസിൻ്റെ കാലത്ത് തുഴ വള്ളത്തിലാണ് അദ്ദേഹം അവിടെ പോകുന്നത്, മൗണ്ട് ആദേഴ്സിലേക്ക് പോകുന്നത്. അപ്പോൾ അന്ന് ശരിക്കും ആത്മീയത അന്വേഷിക്കുന്നവർ മാത്രം പോകുന്ന ഒരു സ്ഥലമായിരുന്നു. ഇപ്പോഴും അവിടെ 2000-ലധികം സന്യാസിമാരുണ്ട്. സന്യാസിമാർ മാത്രമേ ഉള്ളൂ. സന്യാസി റിപ്പബ്ലിക് ഓഫ് മോങ്സ് എന്നാണ് അതിൽ പറയുന്നത് തന്നെ. അത്തരത്തിലുള്ള ഒരു വിശുദ്ധ സ്ഥലം ഈസ്റ്റേൺ ഓർത്തഡോക്സ് സഭയുടെ പല വിശുദ്ധരുടെയും അവശിഷ്ടങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലം, ക്രിസ്തുവിൻ്റെ യഥാർത്ഥ കുരിശിൻ്റെ ഭാഗം അവിടെയുണ്ട് എന്ന് അവർ വിശ്വസിക്കുന്നു. അതിൽ വണങ്ങുന്നവരൊക്കെയുള്ള ഒരു സ്ഥലം. അപ്പം ആ ഒരു യാത്ര ഈ നോവലിൽ വരുന്നുണ്ട്, ഡെയ്സിയുടേതായി വരുന്നുണ്ട്. അത് യഥാർത്ഥത്തിൽ ഞാൻ നടത്തിയ ഒരു യാത്രയാണ്. അത്തരത്തിൽ കസൻ സാക്കിസിനോട് എനിക്ക് എല്ലാ കാലത്തും ഒരു വലിയ മമത, പ്രിയമുണ്ട്. അതാണ് ഞാൻ ആ നോവലിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഒരു ഭാഗം. മറ്റേ ഭാഗം ഷെൽവിയുടെ ജീവിതം കോഴിക്കോട് എന്നുള്ളതാണ്. താങ്ക് യു. ഒരു വലിയ എഴുത്തുകാരൻ വിശദീകരിച്ച കാര്യങ്ങളോടല്ല ഞാൻ അതൊരു ചോദ്യം ചോദിക്കുന്നത്. എൻ്റെ നാട്ടിൽ മണ്ണിൽ ദാനിയലച്ചൻ്റെ ഒരു വണ്ടി ഉണ്ടായിരുന്നു. ആ വണ്ടിയിൽ കയറി ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ ജയന്തി ജനതയിൽ കയറി പ്രവാസികളായി കുടിയേറ്റക്കാരായിട്ടൊക്കെ പോയ ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു കുട്ടിക്കാലത്ത്. ഇത് ഇവിടെ ഇരിക്കുന്നവരോടാണ് ഞാൻ പറഞ്ഞത്, ചങ്ങാതി അത് വിശദീകരിക്കുന്നതായിരുന്നു. പക്ഷേ ഈ പോക്ക് എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ ഈ കണ്ട കാഴ്ചകൾ അങ്ങയുടെ മനസ്സിലും കയറിയത് കൊണ്ടാണോ പ്രവാസികളുടെ പുറകെ, കുടിയേറ്റങ്ങളുടെ പുറകെ അങ്ങയുടെ ഈ വലിയ യാത്രകൾ ഇപ്പോഴും തുടരുന്നത്? അത് സ്വാധീനിക്കപ്പെട്ടിട്ടുണ്ടോ എന്നറിയാൻ ഒരാഗ്രഹം. എൻ്റെ പിതാവിനെ കുറിച്ചാണ് പറഞ്ഞത്. അദ്ദേഹം ഒരു ടാക്സി ഡ്രൈവറായിരുന്നു. എൻ്റെ നാട്ടിലെ ആദ്യത്തെ ടാക്സി ഡ്രൈവർ എന്ന് വേണമെങ്കിൽ പറയാം. 75 മുതൽ ഏതാണ്ട് 2005 വരെ അദ്ദേഹം തുടർച്ചയായി ഏതാണ്ട് 40 വർഷക്കാലം എൻ്റെ ഗ്രാമത്തിൽ വണ്ടി ഓടിച്ചു. അന്ന് അറിയാം, 75 മുതൽ ഗൾഫിലേക്കുള്ള ഇങ്ങനെ യാത്രകളായിരുന്നു. അപ്പോൾ ഓരോ കുടുംബത്തിലും അന്ന് എയറോഡ്രാം എന്നാണ് പറയുന്നത്, തിരുവനന്തപുരം എയറോഡ്രാം, കൊച്ചി എയറോഡ്രാമിലേക്കൊക്കെ പോകുന്നവരെ കൊണ്ടുപോകുന്നത്. ഈ എയർപോർട്ടും എയറോഡ്രാമും തമ്മിൽ വലിയ വ്യത്യാസമുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുക. പിന്നീട് എൻ്റെ ടെക്നിക്കൽ ടൈമിൽ എന്തോ ഒരു വ്യത്യാസമുണ്ട്. ഇപ്പോഴാണ് നമ്മൾ എയർപോർട്ടിലേക്ക് മാറിയത്. അന്നത് എയറോഡ്രാമായിരുന്നു. അപ്പം ഈ ഗ്രാമത്തിൽ നിന്ന് നിരന്തരം തിരുവനന്തപുരം, അന്ന് ഓട്ടം പോകുക എന്നാണ് പറയുന്നത്, തിരുവനന്തപുരത്തേക്ക് ഓട്ടം പോവുക, കൊച്ചിയിലേക്ക് ഓട്ടം പോവുക ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത് ഒരാളാണ്. ആ അനുഭവം വെച്ചിട്ട് ഞാൻ നെടുമ്പാശ്ശേരി എന്ന് പറയുന്ന ഒരു കഥ, വളരെ ചെറിയ, എൻ്റെ പിതാവ് കഥയിലേക്ക് വരുന്ന ഒരു കഥ എഴുതിയിട്ടുണ്ട്. മാന്തളിൻ്റെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങളിൽ വലിയ തോതിൽ ആ പേരിൽ തന്നെ, മാന്തളൂർ ദാനി എന്ന പേരിൽ തന്നെ അദ്ദേഹം കൊണ്ട അടികൾ, പാർട്ടിക്ക് വേണ്ടി അടി നടത്താൻ പോകുന്ന ഒരാളായിരുന്നു. അപ്പോൾ സ്ഥിരമായിട്ട് മാർക്സിസ്റ്റ് ഗുണ്ട, മാന്തളൂർ ദാനിയെ മര്യാദയ്ക്ക് നിർത്തുക എന്നൊക്കെ പറയുന്ന പോസ്റ്ററുകളൊക്കെ പണ്ട് സ്കൂളിൽ പോകുമ്പോൾ ഞാൻ റോഡ് സൈഡിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ നിശ്ചയമായിട്ടും ഉണ്ട്. അതൊക്കെ നിശ്ചയമായിട്ട് സ്വാധീനിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. ഞാൻ പറയുന്നത്, നമ്മളുടെ എഴുത്തിൽ എങ്ങനെയാണ് ബാല്യങ്ങളോ നമ്മുടെ ഓർമ്മകളോ വരുന്നതെന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം വേറൊന്ന് ഇതുമായി ചേർത്ത് ഞാൻ പറയും. ഇപ്പോൾ ആടുജീവിതം എന്ന് പറയുന്ന നോവലിൽ നജീബ് മരുഭൂമിയിൽ നിന്ന് രക്ഷപ്പെട്ട് അവസാനം റോഡിനെത്തുന്നതിൻ്റെ തലേ രാത്രി അയാൾ റോഡിനടുത്തെത്തി എന്നറിയുന്നത് ഹൈവേയിലൂടെ ഭാരം കയറ്റിപ്പോകുന്ന ലോറികളുടെ ചക്രങ്ങളുടെ ശബ്ദങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ അങ്ങനെ ശബ്ദം തിരിച്ചറിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഒരു വല്ലാത്ത മുഴക്കുന്ന ശബ്ദമാണ്. ഭയങ്കര ഭാരമുള്ള ഭാരം കയറ്റിയ ലോറികൾ കയറിപ്പോകുന്നതിൻ്റെ ശബ്ദമെന്ന് പറയുന്നത്. ഇത് സത്യത്തിൽ എൻ്റെ ബാല്യത്തിൽ ഞാൻ എൻ്റെ ഫാദർ മടങ്ങി വരുന്നത് കാത്ത്, അന്ന് മൊബൈലൊന്നുമുള്ള കാലമല്ലല്ലോ, അപ്പോൾ രാത്രി ഓട്ടം പോയ ഏതെങ്കിലും സമയത്തേ വരുള്ളൂ. അപ്പോൾ ഞാനും അമ്മയും ഇങ്ങനെ ഉറങ്ങാതെ കാത്തു കിടക്കുമ്പോൾ എൻ്റെ വീടിൽ നിന്ന് ഒരു 3/4 കിലോമീറ്റർ അപ്പുറത്തൂടെ, 3/4 ഒരു 1/2 കിലോമീറ്റർ അപ്പുറത്തൂടെ പോകുന്ന MC റോഡിലൂടെ പോകുന്ന ലോറികളുടെ ശബ്ദം എൻ്റെ കാതിലും എൻ്റെ മനസ്സിലുമുണ്ട്. ദീർഘകാലത്തിന് ശേഷം 10-40 വർഷത്തിന് ശേഷം ഞാൻ കഥ എഴുതുമ്പോൾ ആ അനുഭവം നമ്മുടെ ഉള്ളിലേക്ക് വരികയാണ്. അവിടെ വെച്ചാണ് നജീബിലേക്ക് ഈ അനുഭവം നമ്മൾ ഇറക്കി വെക്കുന്നത്. എങ്ങനെയാണ് ഒരു എഴുത്തുകാരൻ എഴുത്തിലാവുന്നത്, അല്ലെങ്കിൽ ചില സംഭവങ്ങളെ ക്രിയേറ്റ് ചെയ്യുന്നത് എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെയാണ്. അല്ലാതെ അയാൾ കേട്ടറിയുന്നത് മാത്രമല്ല, അയാളുടെ അനുഭവങ്ങളെ അവിടേക്കോ ഇറക്കി വെക്കുന്നുണ്ട്. എല്ലാ എഴുത്തിലും നമ്മളുണ്ട് എന്നാണ് ഞാൻ വരുന്നത്. ഫിക്ഷൻ റൈറ്റേഴ്സ് ആരും തന്നെ ആത്മകഥകൾ എഴുതരുതെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ എഴുതേണ്ട ആവശ്യമില്ല എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം അയാളുടെ ഫിക്ഷൻ ഇടയിലുണ്ട്, അയാളുടെ ജീവിതമുണ്ട്, അയാളുടെ സ്വപ്നങ്ങളുണ്ട്, അയാളുടെ ഭീതികളുണ്ട്, അയാളുടെ സങ്കല്പങ്ങളുണ്ട്, എല്ലാം ഫിക്ഷൻ്റെ ഇടയിൽ അവിടെ ഉണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ എൻ്റെ ഒരു അധ്യാപകൻ
ഒരിക്കൽ പറഞ്ഞ ഒരു കഥയുണ്ട്, ഈ വാതിൽ ഒരു ദിവസം നിനക്ക് വേണ്ടിയും തുറക്കപ്പെടും എന്ന്. അദ്ദേഹം ഭയങ്കര കമ്മ്യൂണിസ്റ്റ് വിശ്വാസിയായിരുന്നു. ഒരു കാലത്ത് പിന്നീട് വലിയ ദൈവവിശ്വാസിയായി മാറിയതിൻ്റെ കഥയാണ് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ പള്ളിയുടെ ശവമഞ്ചത്തിൻ്റെ വാതിലിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഈ വാതിൽ ഒരു ദിവസം നിനക്ക് വേണ്ടിയും തുറക്കപ്പെടുമെന്ന്. അദ്ദേഹം പറഞ്ഞു, വേറെ ഏതെങ്കിലും പള്ളിയിലെ ശവമഞ്ചത്തിൻ്റെ വാതിലായിരുന്നു അത് കണ്ടതെങ്കിൽ ഒരുപക്ഷെ ഞാൻ എന്നെ അത്ര ഹർട്ട് ചെയ്യില്ല, അല്ലെങ്കിൽ എന്നെ അത് ബാധിക്കുമായിരുന്നില്ല. പക്ഷേ എൻ്റെ പള്ളിയുടെ വാതിൽ, ഞാൻ എത്ര നിരീശ്വരവാദിയായാലും അവസാനം എന്നെ കൊണ്ട് അടക്കുന്നത് എൻ്റെ പള്ളിയിൽ തന്നെ ആയിരിക്കും, യാതൊരു സംശയമില്ല. ഈ വാതിൽ എനിക്ക് വേണ്ടി തുറക്കും എന്ന് പറയുന്ന ഒരു വാചകം അന്ന് പ്രീ ഡിഗ്രി കാലത്താണ് അത് പറഞ്ഞത്. അതിനുശേഷമാണ് മാന്തലിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ എഴുതുമ്പോൾ അതിൻ്റെ ആമുഖ വാചകത്തിൽ ഞാൻ ഈ വാചകം എഴുതിയിട്ടുണ്ട്. ആ വാചകത്തോടു കൂടിയാണ് മാന്തലിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ തുടങ്ങുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ ഓർമ്മയിൽ എവിടെയൊക്കെയോ വീണ് കിടക്കുന്ന ചില സംഭവങ്ങളെ പിൽക്കാലത്ത് കഥാപാത്രങ്ങളുടെ പേരിൽ ഒക്കെ ഇറക്കി വെക്കുന്നതാണ് കൂടിയാണ് സാഹിത്യമെന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ പിതാവിനെക്കുറിച്ചുള്ള ഓർമ്മകൾ നിശ്ചയമായിട്ടും അവിടെയൊക്കെ എഴുത്തുകളിൽ വീണ് കിടപ്പുണ്ട്. അദ്ദേഹം ഈ പ്രവാസ സഞ്ചാരത്തിന് വലിയ പങ്കായിട്ടുണ്ട്. ഗ്രാമത്തിലെ ഒരാളെന്ന നിലയിൽ ധാരാളം പ്രവാസികളുടെ കഥകൾ കേൾക്കാൻ അദ്ദേഹത്തിൽ നിന്ന് ഇടവന്നിട്ടുണ്ട്. എന്നേക്കാൾ കൂടുതൽ ഇപ്പോഴും അറിയപ്പെടുന്നത് എൻ്റെ പിതാവാണ്. എന്നോട് പലരും കാണുമ്പോൾ ചോദിക്കും, നീ ഏതാ എന്ന് ചോദിക്കുമ്പോൾ അല്ല ദാനിച്ചാൻ്റെ മോനാണോ, ഒന്ന് ദാനിച്ചാൻ അറിയാം എന്ന് പറയാം. അപ്പോൾ എന്നേക്കാൾ കൂടുതൽ എൻ്റെ നാട്ടിൽ അറിയപ്പെടുന്ന ആളിപ്പോഴും എൻ്റെ പിതാവാണ്. അത് ആ ബന്ധത്തിൽ നിന്നാണ്. അദ്ദേഹം വളരെ സഹൃദയനായ, എന്നാൽ ഒരേ സമയം പരുക്കനും സഹൃദയനുമായ ഒരാളായിരുന്നു. തൻ്റെ ഉപഭോക്താക്കളോട്, അതായത് തൻ്റെ വണ്ടി വിളിക്കാൻ വരുന്നവരോട് വളരെ സ്നേഹമുള്ളവരും എന്നാൽ പുറത്ത് വളരെ പരുക്കനായ, അടിയൊക്കെ കൂടുന്ന ഒരാളുമൊക്കെ ആയിരുന്നു എന്ന് ഞാൻ ഓർക്കുന്നു. സന്തോഷം അദ്ദേഹത്തെ ഓർത്തതിൽ. താങ്ക് യു. അങ്ങ് പറഞ്ഞതിൽ നിന്നും ചില കാര്യങ്ങൾ മനസ്സിലായത്, ഫിക്ഷൻ എഴുതുമ്പോൾ തന്നെ അതിൽ തന്നെ വരുന്ന ചരിത്രപരമായ ചില ഫാക്ട്സ്, ഇതൊരു വലിയ ചലഞ്ചിങ് ആയിട്ടുള്ളൊരു സംഗതിയല്ല എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം. ഒരു പക്ഷേ ഫിക്ഷൻ എഴുതുന്ന ഒരാളുടെ ക്രാഫ്റ്റിനെ തന്നെ ഡിസൈഡ് ചെയ്യുന്ന ഒരു ചലഞ്ച് എന്ന് പറയുന്നത് കാൽപ്പനികതയും ഇതുപോലുള്ള വസ്തുതകളും എങ്ങനെയാണ് അതിനെ ഒരു കോമ്പിനേഷനായിട്ട് പരുവപ്പെടുത്തുന്നത് എന്നുള്ളതാണ്. അത് എത്രത്തോളം ചലഞ്ചിങ് ആയിരുന്നു അങ്ങയുടെ എഴുത്തുകളിൽ? ചലഞ്ചിങ് ആണ്. ആ ചലഞ്ച് ഏറ്റെടുക്കുന്നതാണ് നമ്മളുടെ എഴുത്തനുഭവത്തിൻ്റെ ത്രില്ലെന്ന് പറയുന്നത്. നമ്മൾ എന്തിനാണ് എഴുതുന്നതെന്ന് ചോദിച്ചാൽ, ഇതൊക്കെ നിലനിൽക്കുമ്പോൾ തന്നെ നമ്മൾ ആന്തരികമായി അനുഭവിക്കുന്ന ഒരു ത്രില്ലുണ്ട്. ഒരു പുതിയ കഥാസന്ദർഭം ഉണ്ടാകുമ്പോൾ, കഥാപാത്രത്തെ ഉണ്ടാക്കുമ്പോൾ, നമുക്ക് വീണ് കിട്ടിയ ഒരു ഡേറ്റയെ കൃത്യമായി നമുക്ക് ഈ കഥയിലേക്ക് സമ്മേളിപ്പിക്കാൻ കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഡേറ്റ നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റുന്നു, ഒരു ചരിത്ര സംഭവത്തെ നമുക്ക് അവതരിപ്പിക്കാൻ പറ്റുന്നു, ഇതിനെ ഫിക്ഷനിൽ കൊണ്ടുവന്ന് ഇത് കൃത്യമാണെന്ന് ബോധിപ്പിക്കാൻ കഴിയുന്നു. ഇങ്ങനെയൊക്കെ ചില ആലോചനകളിൽ ഇരുന്ന് നമ്മൾ ആ എഴുത്തുമേശയിൽ ഇരിക്കുമ്പോൾ അനുഭവിക്കുന്ന ത്രില്ല് അനുഭവിക്കാൻ വേണ്ടി, അത് സത്യത്തിൽ ഒരു ആത്മരതിയേക്കാൾ അത്രത്തോളം സുഖം അനുഭവിക്കുന്ന ഒന്നാണ് എഴുത്തെന്നാണ് ഞാൻ കരുതുന്നത്. ആ സുഖം നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നില്ല എങ്കിൽ നമ്മൾ ഒരിക്കലും എഴുത്തിൽ അഭിരമിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ രാജാവാണ്, നമ്മൾ വലിയ എഴുത്തുകാരാണ്, നമ്മൾ എഴുതുന്ന കാര്യം മഹത്തരമാണെന്ന് നമുക്ക് തോന്നും. നമ്മൾ കഥ എഴുതുമ്പോൾ നമ്മൾ ടോൾസ്റ്റോയിയേക്കാൾ വലിയ കഥയാണ് എഴുതുന്നതെന്നൊരു ബോധ്യമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കഥ എഴുതാൻ കഴിയും. അയ്യോ, ഞാൻ എഴുതുന്ന വളരെ മോശം കഥയാണ്, ഇതൊരിക്കലും ആരും വായിക്കില്ല എന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ നമ്മുടെ ഇത് പോക്കാണ്. എന്ന് മാത്രമല്ല, നമ്മൾ എഴുതുന്നത് സത്യമാണ് എന്ന അനുദിനം അനുനിമിഷം നമ്മളോട് തന്നെ പറഞ്ഞുകൊണ്ടേ നമുക്ക് കഥ എഴുതാൻ കഴിയുകയുള്ളൂ. ഏതെങ്കിലും ഒരു നിമിഷത്തിൽ നമുക്ക് തോന്നുകയാണ് ഇത് ഫിക്ഷനാണ് എന്ന് തോന്നിയാൽ അപ്പോൾ കഥയെഴുത്തിൻ്റെ അവിടെ വെച്ച് അടിവരയിടുക. ആ കഥ പിന്നെ മുന്നോട്ട് പോകില്ല. എഴുതുന്നത് അത്രയും സത്യമാണ്. ഈ കഥാപാത്രം ഇയാളോട് ഇങ്ങനെ സംസാരിച്ചു. ഇപ്പോൾ ദിമിത്രി എന്ന് പറയുന്ന കഥാപാത്രം ഈ പാതയിലൂടെ നടന്നുപോയി എന്ന് പറയുന്ന, അവിടുത്തെ പാടവരമ്പത്തിൽ, കാട്ടൂർ കടവിലെ പാടവരമ്പത്തൂടി നടന്നുപോയി എന്ന് അശോകൻ ചെരുവിൽ എഴുതുമ്പോൾ അദ്ദേഹം പൂർണ്ണമായും വിശ്വസിക്കുന്നുണ്ട് അതിലൂടെ നടന്നു പോയിട്ടുണ്ടെന്ന്. ഇത് എൻ്റെ മനസ്സിൽ തോന്നിയൊരു സങ്കല്പമാണ്, അദ്ദേഹമില്ല, ദിമിത്രി ഒരു സാങ്കല്പിക കഥാപാത്രമാണെന്ന് ചിന്തിക്കുന്ന നിമിഷം നമുക്ക് എഴുത്ത് നഷ്ടപ്പെടും. ഈ ത്രില്ല് അനുഭവിക്കുക എന്ന് പറയുന്നത്, അതിനകത്ത് ഈ വെല്ലുവിളിയുണ്ട്. അതിനുവേണ്ടിയുള്ള ആലോചനകൾ, സങ്കല്പങ്ങൾ, നടത്തങ്ങൾ. അതുകൊണ്ടാണ് ഈ നോവൽ എഴുത്ത് എന്ന് പറയുന്നത് ഈ പേപ്പറിലെഴുത്ത് മാത്രമല്ല. പലപ്പോഴും ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എങ്ങനെയാണ് സമയം കണ്ടെത്തുന്നത്? ഈ സമയം എന്ന് പറയുന്നത് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ, വെറുതെ ഇരിക്കുമ്പോൾ ഒക്കെ സംഭവിച്ചു കൊണ്ടേയിരിക്കുന്നതാണ്, നമ്മുടെ മനസ്സിനുള്ളിലാണ്. ഇത് എഴുതി പിടിപ്പിക്കുക എന്ന് പറയുന്നതിന് വളരെ കുറച്ച് സമയം മതി എന്നാണ് ഞാൻ കരുതുന്നത്. ആ വെല്ലുവിളികളൊക്കെ ഏറ്റെടുക്കുമ്പോഴാണ് നമ്മൾ അപ്പോൾ അതുകൊണ്ട് അത്തരം ഇപ്പം മഞ്ഞവെയിൽ മരണങ്ങൾ എഴുതുമ്പോൾ അനുഭവിച്ച ത്രില്ലതാണ്. വളരെ ചരിത്രപരമായ ധാരാളം ഡേറ്റകളുണ്ട്. ഇതിനെയെല്ലാം കൃത്യമായി ഫിക്ഷണലൈസ് ചെയ്യുക എന്ന് പറയുന്ന, എന്നാൽ അത് ഫിക്ഷനിൽ കൊണ്ടുവരാൻ കഴിഞ്ഞു എന്ന് പറയുന്ന ഒരു അനുഭവം ഉണ്ടല്ലോ. അപ്പോഴാണ് നമ്മളൊരു ത്രില്ല് അനുഭവിക്കുന്നത്. വളരെ നോർമലായ ഒരു കഥ എഴുതുമ്പോൾ ഒരു പക്ഷേ ആ ത്രില്ല് നമ്മൾ അനുഭവിച്ചു എന്ന് വരില്ല.
കൂടുതൽ വെല്ലുവിളികൾ ഉണ്ടാവുന്നു. ആ വെല്ലുവിളി ഏറ്റെടുക്കുമ്പോൾ അത് പൂർത്തീകരിക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന സാറ്റിസ്ഫാക്ഷൻ കൂടുതലാണ് എന്ന് ഞാൻ കരുതുന്നു. രചനാവേളയിൽ ഉണ്ടാകുന്ന ത്രില്ലിനെ കുറിച്ച് പറഞ്ഞപ്പോഴേ അതിനും മാനസിക വിഭ്രാന്തി പല രചനകളും നമ്മൾ അനുഭവിക്കുന്ന പല എഴുത്തുകാരും പറയപ്പെട്ടിട്ടുണ്ട്. അപ്പം അത്തരത്തിൽ അതിരുവിട്ട നോർമൽ ഒരു ഇതുണ്ടാവും. ഇപ്പോൾ മാർക്കോസിൻ്റെ ഒക്കെ 100 വർഷങ്ങളൊക്കെ എഴുതിയപ്പോൾ അങ്ങനെയുള്ള തലങ്ങളിലൂടെ അദ്ദേഹം കടന്നുപോയി എന്നൊക്കെ വായിച്ച് കേട്ടിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ നമ്മളുടെ മാനസിക സംഘർഷങ്ങൾ അതിരുവിടുന്ന ഏതെങ്കിലും രചന അത് അങ്ങയുടെ അങ്ങനെയല്ല. ഇപ്പം സാർത്രു പറയുന്ന ഒരു വാചകമുണ്ട്, നിങ്ങൾ നൃത്തം ചെയ്യുന്ന ഒരു സൂര്യനെ സൃഷ്ടിക്കണമെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ഒരു വലിയ കലാപം നടന്നിരിക്കണം എന്ന് പറയുന്നൊരു വാചകമുണ്ട്. അപ്പം അങ്ങനെ നിങ്ങൾ വായനക്കാരൻ ഒരു കഥാപാത്രത്തിനെ സംബന്ധിച്ച് എത്ര തീക്ഷ്ണമായ അനുഭവം നിങ്ങളുടെ ഉള്ളിലുണ്ടായോ അതിൻ്റെ 10 മടങ്ങിലെങ്കിലും അനുഭവം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ മാത്രമേ അതിനെ അല്പമെങ്കിലും പകർന്നു വെക്കാൻ കഴിയൂ. നമ്മൾ അനുഭവിക്കുന്നതിൻ്റെ 10-1 മാത്രമേ നമുക്ക് വാക്കുകളായി പകർന്നു വെക്കാൻ കഴിയൂ എന്നുള്ളതാണ്. അപ്പോൾ അത്രമേൽ തീക്ഷ്ണമായി നമ്മൾ അതിനോടൊപ്പം സഞ്ചരിക്കുന്നുണ്ട്, അതിൻ്റെ മാനസികതയ്ക്കൊപ്പം സഞ്ചരിക്കുന്നുണ്ട്. അവർ കരയുമ്പോൾ നമ്മളും കരയുന്നുണ്ട്, അവർ വ്യസനിക്കുമ്പോൾ നമ്മളുടെ വ്യസനമായി മാറുന്നുണ്ട്. ഒരാളുടെ മരണം നമ്മളെ, ഇപ്പോൾ ഹക്കീം മരണപ്പെടും എന്ന ഘട്ടത്തിൽ ഞാൻ കരഞ്ഞതിലോളം ഒരുപക്ഷെ മറ്റാരും കരഞ്ഞിട്ടുണ്ടാവില്ല എന്നുള്ളത്. ഒരു വളരെ നിസ്സഹായനായ ഒരു ചെറുപ്പക്കാരൻ ആടുജീവിതത്തിൽ കൊല്ലപ്പെടുന്നു എന്ന് പറയുന്ന ഒരു അനുഭവം. എൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞു, നിങ്ങളെപ്പോലെ ക്രൂരനായ ഒരു മനുഷ്യൻ ഈ ഭൂമിയിലില്ല. ആ ചെറുപ്പക്കാരനെ നിങ്ങൾക്ക് ഈസിയായി രക്ഷപ്പെടുത്താമായിരുന്നല്ലോ കഥയിൽ, പക്ഷേ നിങ്ങൾ അവനെ കൊന്നുകളഞ്ഞു. പക്ഷെ കൊന്നുകളയേണ്ട ചില സാഹചര്യങ്ങൾ നമ്മൾ കഥയിൽ ഉണ്ടായി വരികയാണ്. കഥ എഴുതുമ്പോഴൊന്നും ഹക്കീം മരിക്കും, യഥാർത്ഥ ജീവിതത്തിൽ ഹക്കീം മരിച്ചിട്ടില്ല. പക്ഷേ നമ്മൾ എഴുതി വരുമ്പോൾ നമുക്ക് തന്നെ തോന്നിയാണ് ഈ കഥാപാത്രം ഇവിടെ വെച്ച് തീരേണ്ടതുണ്ട്. കാരണം ആടുജീവിതം മരുഭൂമി അതിജീവിച്ചു വന്ന നജീബിൻ്റെ മാത്രം കഥയല്ല, മരുഭൂമിയിൽ ജീവൻ ഹോമിക്കപ്പെട്ട അനേകം ഹക്കീംമാരുടെ കഥകൾ കൂടിയാണ് എന്ന് പറയുന്നത്. അത്തരം തീക്ഷ്ണമായ അനുഭവങ്ങൾ നിശ്ചയമായിട്ടുമുണ്ട്. പക്ഷേ നമ്മൾ അതിനെ ഹോൾഡ് ചെയ്ത് അതിൻ്റെ പിന്നെ നടക്കില്ല എന്നുള്ളതാണ് എഴുത്തുകാർ ചെയ്യേണ്ട ഒരു കാര്യമായി എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത്. ആനന്ദ് പറഞ്ഞിട്ടുണ്ട്. ആനന്ദ് പറയുന്നത് നമ്മൾ എഴുത്തുകാർ നാടോടികളെ പോലെയാണ്. നമ്മൾ ഒരിടത്ത് ചെല്ലുന്നു, കൂടാരമടിക്കുന്നു, വിഭവങ്ങൾ ശേഖരിക്കുന്നു, അതിനുശേഷം നമ്മൾ കൂടാരമഴിച്ച് അടുത്ത സ്ഥലത്തേക്ക് പോകണം. ഒരു നോവൽ എഴുതി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിൻ്റെ പിന്നാലെ അതിൻ്റെ ഹാങ് ഓവറിൽ നിന്നാൽ നമുക്ക് പിന്നെ അടുത്ത നോവലിലേക്ക് പോകാൻ പറ്റില്ല. ഇപ്പോൾ പലരും എന്നോട് ചോദിക്കുന്നുണ്ട്, ആടുജീവിതം എഴുതിയല്ലോ അതുകൊണ്ട് നിങ്ങൾ മട്ടൻ കറി കൂട്ടില്ലായിരിക്കുമല്ലോ എന്ന്. അപ്പോൾ മട്ടൻ കറി കൂട്ടുന്ന ആളാണ് ഞാൻ. ആടുജീവിതം എഴുതി കഴിഞ്ഞതോടുകൂടി അത് കഴിഞ്ഞു. അതുകൊണ്ടാണ് എനിക്ക് 3 വർഷം കഴിഞ്ഞപ്പോൾ മഞ്ഞവെയിൽ മരണങ്ങൾ പോലെ ഒരു നോവൽ അതിന് ശേഷം എഴുതാൻ പറ്റും. നമ്മളതിൻ്റെ ഹാങ് ഓവറില്ല. അത് ചിലപ്പം നമുക്ക് ഗുണകരമായി വലിയ കാര്യങ്ങൾ തന്നിട്ടുണ്ടാവാം, പ്രശസ്തി തന്നിട്ടുണ്ടാവാം, വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം, നമ്മളെ ക്രൂരമായി അപഹസിച്ചിട്ടുണ്ടാവാം. നമ്മളെ ഇതൊന്നും തഴുകാൻ പാടില്ല. പ്രശസ്തിയായാലും വിമർശനങ്ങളായാലും എന്തുകൊണ്ടുമായാലും നമ്മളെ ഇങ്ങനെ പുറംകാറ്റ് പോലെ തഴുകിപ്പോവുകയും നമ്മൾ പുതിയ കാര്യങ്ങളെക്കുറിച്ച്, പുതിയ നോവലുകളെക്കുറിച്ച്, പുതിയ കഥാസന്ദർഭങ്ങളെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടേയിരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ ചെറിയ കാലയളവിൽ ഒരുപക്ഷെ ഇത്രയധികം വലിയ നോവലുകൾ എഴുതാൻ എനിക്ക് കഴിഞ്ഞതെന്ന് എനിക്ക് തോന്നാറുണ്ട്. എഴുതുന്ന ഘട്ടത്തിൽ താങ്കൾ പറഞ്ഞത് 100% ശരിയാണ്. ഞങ്ങൾ ഒക്കെ അതിൻ്റെ ആ പ്രാന്തിനോടൊപ്പം സഞ്ചരിക്കുകയും അതിനെ ഏറ്റെടുക്കുകയും ചെയ്യും. എഴുതി പൂർത്തിയാകുന്ന നിമിഷം അവരെ വഴിയിൽ ഉപേക്ഷിച്ച് നിങ്ങൾക്ക് തന്നിട്ട് ഞങ്ങൾ വേറെ വഴിക്ക് പോവുകയും ചെയ്യും. മലയാള സാഹിത്യ ചരിത്രത്തിലെ ഏത് വ്യക്തിയെയാണ് നിങ്ങൾ മാനസ ഗുരുവായി സ്വീകരിച്ചിട്ടുള്ളത്? അങ്ങനെ ഒരാളുടെ എഴുത്തിനെ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആ കാലത്ത് വ്യാപകമായി വായിക്കുന്ന ആളായിരുന്നു. വളരെ മനോരമയിലൊക്കെ വരുന്ന നോവലുകൾ തൊട്ട് ക്ലാസിക്കുകൾ വരെ എല്ലാത്തരം നിരൂപണ ഗ്രന്ഥങ്ങൾ. എനിക്ക് കെ പി അപ്പനെയും വി രാധാകൃഷ്ണനെയും അല്ലെങ്കിൽ നരേന്ദ്രപ്രസാദിനെയും ഒക്കെ എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു. ഞാൻ ഭയങ്കര ശക്തമായി അവരെ വായിക്കുമായിരുന്നു. ആശാമേനോൻ്റെ കൃതികളുടെ സമ്പൂർണ്ണ സമാഹാരം ഏകദേശം എൻ്റെ ഉണ്ട്. ഒരിക്കൽ ഞാൻ ആശാമേനോന് ഇദ്ദേഹത്തിൻ്റെ പഴയ കൃതികളുടെ എല്ലാം കൂടെ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്തപ്പോൾ ആശാമേനോൻ പറഞ്ഞത് ഈ പതിപ്പുകളൊന്നും എൻ്റെ കയ്യിൽ പോലും ഇല്ലല്ലോ എന്ന്. അപ്പോൾ അങ്ങനെ വായിക്കുന്ന ഒരാൾ എല്ലാ റേഞ്ചിലും പെട്ട കൃതികൾ വായിക്കുകയും അതിലൂടെ എൻ്റെ ഉള്ളിലുള്ള ഒരു എന്തോ ചിലത് പരുവപ്പെടുത്തി എടുക്കുകയും ചെയ്യായിരുന്നു. അങ്ങനെ ഒരാളിൽ നിന്നല്ല, എല്ലാ മികച്ച എഴുത്തുകാരുടെയും മികച്ച കൃതികൾ എന്നെ സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ നമ്മൾ പലപ്പോഴും പറയാറുണ്ട് സ്വാധീനിക്കപ്പെടുക എന്ന് പറയുന്നത് എന്തോ ഒരു മോശമാണ് എന്ന്. ഇപ്പോൾ സെൻസ് ഓഫ് ആൻ എൻഡിങ് ഒക്കെ എഴുതിയിട്ടുള്ള ജൂലിയൻ ബാർണസ് പറയുന്നത് പോസിറ്റീവ് ഇൻസ്പിറേഷൻ എന്ന് പറയുന്ന ഒരു തിയറി തന്നെ അദ്ദേഹം മുന്നോട്ട് വെക്കുന്നുണ്ട്. നിങ്ങളൊരു കൃതി വായിക്കുകയാണ്, ആ കൃതി വായിക്കുമ്പോൾ നമുക്ക് തോന്നിയാണ് ഈ വിഷയം വെച്ചിട്ട് ഇതിലും മനോഹരമായി നമുക്ക് കഥ പറയാൻ കഴിയുമെന്ന് പറയുന്നൊരു പോസിറ്റീവ് ഇൻസ്പിറേഷനാണ്. നമ്മുടെ ഉള്ളിൽ നിന്ന് ഇപ്പോൾ
പറയുകയാണെങ്കിൽ നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മൾ വായിച്ചതിനെ മുഴുവൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആരാ? നമ്മൾ ശൂന്യനാണ്. നമ്മളായി നിൽക്കുന്നത് നമ്മളുടെ ജീവിതം, നമ്മളുടെ വായന, നമ്മളുടെ സങ്കല്പങ്ങൾ, ഇത് മൂന്നും കൂടി ചേരുന്നതുകൊണ്ടാണ് നമ്മൾ ഉള്ളതെന്നാണ്. അപ്പം ഈ അടുത്തിടയ്ക്ക് ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്ന കൃതി എന്നൊരു സിറിയൻ എഴുത്തുകാരൻ്റെ, അദ്ദേഹത്തിൻ്റെ പേര് കൃത്യമായിട്ട് ഓർക്കുന്നില്ല. ഞാൻ എപ്പോഴും പുസ്തകം വായിക്കുമ്പോഴെല്ലാം അദ്ദേഹത്തിൻ്റെ പേരെടുത്ത് നോക്കും, പിന്നെ മറന്നുപോകും. കാലിഗ്രാഫേഴ്സ് സീക്രട്ട് എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. ആ പുസ്തകം വായിക്കുമ്പോഴൊക്കെ ഞാൻ വിചാരിക്കുന്നത് ഒർഹാൻ പാമുക്കിൻ്റെ മൈ നെയിം ഈസ് റെഡിൻ്റെ അടിസ്ഥാനം ഈ പുസ്തകമാണ് എന്നുള്ളതാണ്. നമുക്കറിയാം കാലിഗ്രാഫേഴ്സ് സീക്രട്ടും കാലിഗ്രാഫിയെക്കുറിച്ചും പറയുന്ന നോവലാണ്. ഈ മൈ നെയിം ഈസ് റെഡ് എന്ന് പറയുന്ന നോവലും കാലിഗ്രാഫിയുടെ സൂക്ഷ്മ ചിത്രകലയെക്കുറിച്ചുള്ള അതിമനോഹരമായ നോവലാണ്. പക്ഷേ ഈ രണ്ട് നോവലുകൾ തമ്മിൽ വലിയ അന്തരമുണ്ട്, വലിയ അന്തരം. പക്ഷേ അതിൻ്റെ ഒരു സൂക്ഷ്മ തലത്തിൽ ഈ ഒരു ആശയം കിടക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഒർഹാൻ പാമുക്ക് ഈ നോവൽ വായിക്കുകയും ഈ ആശയത്തെ എനിക്കിതിലും മനോഹരമായി പറയാൻ കഴിയുമെന്ന്, സർവ്വ ആധിപത്യത്തോടുകൂടി പറയാൻ കഴിയുമെന്ന് തീരുമാനിക്കുകയും അയാൾ ഓരോ തരത്തിൽ കഥ പറയുകയും ചെയ്തതാണ്. അപ്പം നമ്മുടെ ഉള്ളിൽ എത്രയോ എഴുത്തുകാരുടെ, നമ്മൾ വായിച്ചിട്ടുള്ള എല്ലാ എഴുത്തുകാരുടെയും സ്വാധീനങ്ങളുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. അത് ഏതെങ്കിലും ഒരാളിലേക്ക് ചുരുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് മുമ്പേ എഴുതിയിട്ടുള്ള, എന്നോടൊപ്പം എഴുതുന്ന, എനിക്ക് പിന്നാലെ എഴുതി വരുന്ന, ഇപ്പോഴും ഞാൻ പുതിയ കഥകൾ വായിക്കുന്ന ആളാണ്. എല്ലാവരും എന്നെ സ്വാധീനിച്ചുകൊണ്ടേയിരിക്കുന്ന, അവരുടെ ഊർജ്ജത്തിൽ നിന്ന് ശകലം ഏറ്റെടുത്തിട്ടാണ് നമ്മളിങ്ങനെ എഴുതി പോകുന്നത്. അവരൊക്കെ എഴുതുന്നത് കാണുമ്പോൾ എന്നാൽ പിന്നെ നമ്മൾ ഒന്ന് എഴുതിയിട്ട് തന്നെ കാര്യം എന്നുള്ള ഒരു ആവേശത്തോടു കൂടിയാണ് എഴുതുന്നത്. താങ്ക് യു. ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ നജീബിൻ്റെ കഥ ആടുജീവിതമാണെങ്കിലും ഇപ്പോൾ കേരളത്തിൽ പുതിയതായിട്ട് വരുന്ന ഒരു, പുതിയതല്ല എന്നാൽ അടിമ ജീവിതവും ക്രിസ്ത്യൻ പള്ളികൾ എങ്ങനെ യൂസ് ചെയ്തു എന്നുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. അടിമകളെ കൊണ്ടുവരാനും ഇതിനൊക്കെ ഇത്തരം കഥകൾ ഒരു എന്താ പറയുക, നിങ്ങൾ ഒരു നാടിൻ്റെ സർക്കിൾ എന്നുള്ള നിലയ്ക്ക് അവിടെ നടന്നിട്ടുള്ള കോട്ടയം ഭാഗങ്ങളിലും ഒക്കെ നടക്കുന്ന ഒരു ക്രിസ്ത്യൻ തിയോളജിക്കലായിട്ടുള്ള ഇതൊക്കെ ഉണ്ടല്ലോ, അതിനെക്കുറിച്ചൊരു പ്ലോട്ടിൽ കഥയോ അത്തരം സാധനങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നുണ്ടോ എന്ന് കൂടി അറിയാനായിരുന്നു. അങ്ങനെ പറയാൻ പറ്റില്ല. എന്താണ് ഇനി നാളെ എഴുതാൻ പോകുന്നതിനെ സംബന്ധിച്ച് നമുക്ക് തന്നെ ഒരു ധാരണയില്ല. എന്തെങ്കിലുമൊക്കെ ആശയങ്ങൾ വന്ന് വീഴും. നമ്മൾ ഒരേ സമയത്ത് പല വിത്തുകൾ നമ്മുടെ മനസ്സിൽ നടുകയും അതിൽ ചിലതൊക്കെ മുളച്ചു പൊന്തും, ചിലത് കുറേയേറെ വളരും. അങ്ങനെ പലതിൽ നിന്ന് ഏതെങ്കിലും ഒന്നായിരിക്കും നോവലായി മാറുന്നതെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഒരേ സമയം 3-4 ആശയങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട്. അതിനെ സംബന്ധിച്ച് പലതരത്തിലുള്ള ആലോചനകൾ നമ്മൾ നടത്തും. നമ്മൾ വിചാരിക്കും ഇതാണ് അടുത്ത് എഴുതാൻ പോകുന്നത് എന്ന് വിചാരിക്കും, പക്ഷേ അത് നടക്കത്തില്ല. പക്ഷേ മറ്റൊന്ന്, നമ്മൾ വിചാരിക്കാത്ത ഒന്ന് വളരെ ശക്തമായി നമ്മുടെ മുമ്പിലേക്ക് വരികയും അത് എഴുതുകയും ചെയ്യും. അതുകൊണ്ട് നാളെ എന്തെഴുതും എന്നതിനെ സംബന്ധിച്ച് ഒരു ധാരണയും, അങ്ങനെ ഒരു മുൻധാരണയും വെക്കുന്ന ഒരാളല്ല. പലരും വിചാരിക്കുന്നത് നമ്മളൊക്കെ എന്തോ വലിയ പ്രീ പ്ലാൻ ചെയ്ത് അടുത്ത 5 വർഷം കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ചെയ്യണം, അത് ഇങ്ങനെ ചെയ്യണം, മറ്റേ ചെയ്യണം, ഒന്നുമില്ല. വെറുതെ ഇന്നത്തെ ദിവസം ജീവിച്ചു പോകുന്നു. ഇന്ന് ദിവസം സംഭവിക്കേണ്ടത് ഇന്ന് ദിവസം സംഭവിക്കുന്നു. അങ്ങനെ വരുമ്പോൾ ചില ആലോചനകൾ നടക്കുന്നു, അതങ്ങ് കഥയോ അല്ലെങ്കിൽ നോവലോ ഒക്കെ ആയി മാറുന്നു എന്നുള്ളതല്ലാതെ ജീവിതത്തിന് അത്തരത്തിലുള്ള ഒരു ലക്ഷ്യവും വെച്ച് നടക്കാത്ത ഒരാളാണ് ഞാൻ. അതുകൊണ്ട് വളരെ വലിയ സന്തോഷം അനുഭവിക്കുന്ന ഒരാളാണ്. എഴുത്തിൽ ഞാൻ വലിയ സന്തോഷം അനുഭവിക്കുന്നു. എനിക്ക് കിട്ടിയിട്ടുള്ള പുരസ്കാരങ്ങളിൽ ഞാൻ സന്തോഷം അനുഭവിക്കുന്നു. എനിക്ക് കിട്ടിയുള്ള സ്നേഹത്തിൽ ഞാൻ വലിയ സന്തോഷം അനുഭവിക്കുന്നു. എനിക്കൊന്നും കിട്ടിയിട്ടില്ല എന്ന ഒരു ചിന്ത ഒരിക്കലും എനിക്കുണ്ടായിട്ടേ ഇല്ല. കാരണം എന്തെങ്കിലും കിട്ടണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇന്നത് കിട്ടണമെന്ന് ആഗ്രഹിക്കുകയും അത് കിട്ടാതിരിക്കുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് നിരാശകൾ ഉണ്ടാവുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഇന്നത്തെ ജീവിതം മാത്രമാണ് ഞാൻ കാണുന്നത്. നാളെക്കുറിച്ച് എനിക്കറിയില്ല. അത് എഴുത്തിലും അങ്ങനെയാണ്. നമ്മൾ നിരന്തരം അന്വേഷണങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുന്നു. ഇതെഴുതിയാൽ കൊള്ളാം, അതെഴുതിയാൽ കൊള്ളാം, മറ്റൊരാൾ പറയുന്ന കഥ എഴുതിയാൽ കൊള്ളാം എന്നൊക്കെ പറയും. പക്ഷേ അത് സംഭവിക്കേണ്ട സമയത്ത് സംഭവിക്കും എന്ന് മാത്രം ഞാൻ കരുതുന്നു. എന്തായാലും നമുക്ക് ഇത്രയും നേരം കൂടിയിരിക്കാൻ, സംസാരിക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ഒരിക്കൽ കൂടി പങ്കുവെച്ചുകൊണ്ട് വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച്.